Meet the editors. നീളുന്ന വാഗ്ദാനമോ എന്നാണ് ചോദ്യം. പി എസ് സുനിൽ, ഈ വീടിൻ്റെ താക്കോൽ കൈമാറ്റവും റേഷൻ കാർഡുകളുടെ വിതരണവും പട്ടയത്തിൻ്റെ വിതരണവും വലിയ ആഘോഷപൂർവ്വമാണ് കേരളം കണ്ടത്. വലിയ അഭിമാനപൂർവ്വമാണ് ഓരോ മലയാളിയും ആ കാഴ്ച കണ്ട് യഥാർത്ഥത്തിൽ ഇത് എൻ്റെ സർക്കാരാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിശ്ചയിച്ച സമയത്ത് വീട് കൈമാറാൻ കഴിയുന്നില്ല എന്നുള്ളതൊന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ചിലയിടങ്ങളിലെങ്കിലും വിള്ളലുകൾ വീണതായി വന്നിരിക്കുന്ന വാർത്തയും അതിനോടുള്ള പ്രതികരണങ്ങളും. ഇതെങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്? നിലവിൽ വാഗ്ദാനം നീളുകയാണോ? സർക്കാർ സർക്കാർ പറഞ്ഞിട്ടുള്ള ഒരു സമയത്തിനകം ആളുകൾക്ക് വീടുകളിൽ കയറി താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞത് വിഷുവിന് മുൻപ് കയറി താമസിക്കാം എന്നതാണ്, പക്ഷേ അത് സാധിച്ചിട്ടില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 30 എന്നാണ്. ഒരുപക്ഷെ അവിടെ നിന്നും കുറച്ച് ദിവസം നീണ്ടുപോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇത് നീളുന്ന വാഗ്ദാനമാണോ എന്നൊരു രാഷ്ട്രീയ ചോദ്യം, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ഉയർന്നാൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ ഒരു നിർമ്മാണത്തിന് ഉള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാലോ, 2024 ജൂലൈ മാസത്തിലാണ് വയനാട്ടിൽ ദുരന്തമുണ്ടാകുന്നത്. ഈ ദുരന്തമുണ്ടായ ശേഷം പിന്നീട് ആദ്യം രക്ഷാപ്രവർത്തനമായിരുന്നു. അതിനുശേഷമാണ് വയനാട്ടിൽ അവിടെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് എല്ലാ ദുരന്തബാധിതരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയ തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ടൗൺഷിപ്പ് എന്നൊരു ആശയം വരുന്നത്. പിന്നീട് അതിനനുസരിച്ചുള്ള ഒരു ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളായി. അപ്പോൾ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിച്ചിട്ടുള്ള എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത്. അതിന് ഒരുപാട് കടമ്പകൾ വേണ്ടി വന്നു. അത് പിന്നീട് കോടതിയിൽ നിയമ പോരാട്ടമായി മാറി. ആ നിയമ പോരാട്ടം പരിഹരിച്ച് വരുമ്പോഴേക്കും ഏതാണ്ട് 2025 ഏപ്രിൽ മാസമാകുന്നു. 2025 ഏപ്രിൽ മാസത്തിലാണ് ഈ ഊരാളുങ്കൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിക്ക് ഈ ഒരു നിർമ്മാണ ചുമതല ഔദ്യോഗികമായി സർക്കാർ നൽകുന്നത്. 2025 ഏപ്രിൽ 20 മഴ ആരംഭിച്ചു. അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ അവിടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താൻ സാധിച്ചില്ല. പിന്നീട് ആ മഴ നീണ്ടുപോയി, ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയായി നീണ്ടുപോയി. നവംബർ മാസത്തിലാണ് അവിടെ ഭൂമി തരപ്പെടുത്താൻ തന്നെ സാധിച്ചത്. കാലാവസ്ഥ പ്രശ്നങ്ങൾ മൂലം വയനാടാണ്, നമുക്കറിയാം. വയനാട്ടിലെ കാലാവസ്ഥപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. അപ്പോൾ അതിനുശേഷം നവംബർ മാസത്തിൽ ഭൂമി തരംതിരിച്ചെടുക്കുന്നു. യഥാർത്ഥത്തിൽ ഡിസംബർ 20 അവിടെ കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത്. അതായത് വീടുകൾ നിർമ്മിച്ച് തുടങ്ങുന്നത് ഡിസംബർ 20 അന്ന് ഏതാണ്ട് ഇപ്പോൾ ഊരാളുങ്കൽ കമ്പനിയും അതുപോലെ തന്നെ സർക്കാരുമൊക്കെ നൽകുന്ന വിവരം അനുസരിച്ച്, സർക്കാരിൻ്റെ കണക്കുകളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 850 മുതൽ 900 വരെ തൊഴിലാളികൾ അവിടെ 2500 തൊഴിലാളികൾ അത് ജനുവരി മാസമൊക്കെ എത്തിയപ്പോൾ ഏതാണ്ട് 2500 തൊഴിലാളികളിലേക്ക് വർദ്ധിപ്പിച്ച് അതിവേഗത്തിൽ ഈ വീടുകൾ രാത്രിയും പകലുമൊക്കെ അതിവേഗം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ ശ്രമിച്ചു. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളാണ്. അതിനിടയിലാണ് ബംഗാളിൽ SIR തുടങ്ങിയത്. അപ്പോൾ കുറേ തൊഴിലാളികൾ അതിൻ്റെ ഭാഗമായി പശ്ചിമ ബംഗാളിലേക്ക് തിരിച്ചുപോയി. അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നു. അങ്ങനെ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ അപ്പോഴും 800, 900, 700, 800 തൊഴിലാളികളുമായി ഈ നിർമ്മാണ പ്രവർത്തനം തുടരുന്നുണ്ട്. പക്ഷേ ഇത് സമയത്തിനനുസരിച്ച്, അതിനിടയിലാണ് മാർച്ച് 1 ഈ ഈ വീട് നിർമ്മിക്കുന്ന ആ ഭൂമിയുടെ പട്ടയം സർക്കാർ നൽകുന്നത്. ഉടൻ തന്നെ വീട് കയറി താമസിക്കാൻ പാകത്തിൽ ഒരുക്കും എന്നുകൂടി സർക്കാർ വാഗ്ദാനം ചെയ്തു. അതിനൊരു സമയമൊക്കെ നിശ്ചയിച്ചു, പക്ഷെ നീണ്ടുപോയി. അതിനുശേഷമാണ് വിഷുവിന് മുൻപ് എന്നുള്ളൊരു സമയം സർക്കാർ നൽകുന്നത്. അവിടെ നിന്നും നീണ്ടുപോവുകയാണ്. ഏതായാലും ഊരാളുങ്കൽ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒരു ക്വാളിറ്റി പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അതായത് സർക്കാർ പറഞ്ഞിട്ടുള്ള 2 ക്വാളിറ്റി ടെസ്റ്റ്, അത് ഈ പോണ്ടിങ് ടെസ്റ്റ്, ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക, അതുപോലെ തന്നെ പ്രഷർ ടെസ്റ്റ്, അതൊക്കെയാണ് ഇപ്പോൾ നടത്തുന്നത്. സാധാരണ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അങ്ങനെയൊന്നും നടത്താറില്ല എന്നാണ് പറയുന്നത്. സാധാരണ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഒരു മഴക്കാലം വന്നു കഴിയുമ്പോൾ ചോർച്ചയുണ്ടെങ്കിൽ ആളുകൾ അതിന് മേലെ ഈ ചോർച്ച പരിഹരിക്കാനുള്ള പ്ലാസ്റ്ററിങ് നടത്തും, അതല്ലെങ്കിൽ ഷീറ്റിടും, വാട്ടർ പ്രൂഫിംഗ് നടത്തും, അല്ലെങ്കിൽ ഷീറ്റിടും, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഈ വീട് ആളുകൾക്ക് നൽകുന്നതിന് മുൻപ് തന്നെ ആ പരിശോധനയൊക്കെ തന്നെ നടത്തുകയായിരുന്നു. അപ്പോൾ 1-2 വീടുകളിൽ, അതാണ് ഈ 87-ാം നമ്പർ വീട്, നൗഫൽ എന്ന് പറയുന്ന ആളുടെ വീട്, അതുപോലെ തന്നെ 1-2 വീടുകളിൽ അത്തരത്തിൽ വെള്ളം കിനിയുന്നതായി കണ്ടെത്തി എന്നുള്ളതാണ്.
അപ്പോൾ ആ കിനിഞ്ഞ ഭാഗത്ത് മാർക്ക് ചെയ്തു, അതിൻ്റെ മേളിൽ പോണ്ടിങ് ടെസ്റ്റ് നടത്തി, അതിനുശേഷം ഈ പ്ലക്സ് എന്ന് പറയുന്ന, അതായത് ഈ കോൺക്രീറ്റ് സ്ലാബിനകത്തേക്ക് സ്ക്രൂ അടിച്ചു കയറ്റിയ ശേഷം അതിനകത്ത് ഡ്രൗട്ട് മിശ്രിതം, അതായത് സിമൻറ്റ് ചേർന്നിട്ടുള്ള മിശ്രിതം വളരെ ഫോഴ്സായി അടിച്ചു കയറ്റും. അപ്പോൾ ലീക്കിനുള്ള സാധ്യത അവിടെ കുറയും. ആ രീതിയിലൊക്കെ തന്നെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഊരാളുങ്കലിൻ്റെ അണ്ടർ കൺസ്ട്രക്ഷനിൽ തന്നെയാണ് ഈ വീടുകളൊക്കെ തന്നെയുള്ളത്. ഇതുവരെ ആർക്കും വീടുകൾ നൽകിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഈ കമ്പനി പറയുന്നത് ഏപ്രിൽ 30-നകം നിലവിൽ 102 വീടുകളുടെ നിർമ്മാണം ഏതാണ്ട് 98% പൂർത്തിയായി എന്നുള്ളതാണ്. ചെറിയ അറ്റകുറ്റപ്പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ വെള്ളം, വെളിച്ചം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട് 102 വീടുകളിൽ. ഈ മാസം 30ഓടുകൂടി ബാക്കിയുള്ള, അതായത് 178 വീട് എന്ന് പറയുന്ന അതിൽ വരുന്ന ബാക്കിയുള്ള വീടുകളുടെ പണികൾ കൂടി പൂർത്തിയാകും എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി വൈകാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വൈകിയാലും കുഴപ്പമില്ല. ആളുകൾക്ക്, ദുരന്തബാധിതർക്ക് മെച്ചപ്പെട്ട അല്ലെങ്കിൽ കുറ്റമറ്റ രീതിയിൽ വീടുകൾ ലഭ്യമാക്കണം എന്നതാണ്. മഴയ്ക്ക് മുമ്പിലെങ്കിലും അവർക്ക് മുൻപെങ്കിലും അവർക്ക് ആ വീടുകളിൽ കയറി താമസിക്കാൻ കഴിയണം എന്നുള്ളതാണ്. പക്ഷേ നമ്മളിവിടെ വസ്തുതാപരമായി ഈ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ നിർമ്മാണ കമ്പനിക്ക് അതിൻ്റെയൊക്കെ സാങ്കേതിക വശങ്ങളും നിയമവശങ്ങളും ഒക്കെ നമുക്ക് മാറ്റിവെക്കാം. ഈ നിർമ്മാണ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത് ചെറിയൊരു സമയം മാത്രമാണ്. ആ ചെറിയൊരു സമയത്തിനകത്ത് ഇത്രയും വലിയൊരു ടൗൺഷിപ്പ് നിർമ്മിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാലതാമസങ്ങൾ നിർമ്മാണ കമ്പനി എടുത്തിട്ടുണ്ടാകാം. സ്വാഭാവികമായും അതിനെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് പരിശോധിക്കപ്പെടട്ടെ. പക്ഷേ ഇതിന് ചെറിയൊരു കാലയളവ് മാത്രമേ, സമയം മാത്രമേ ഈ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഡ്രീം പ്രോജക്റ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി മന്ത്രി കെ രാജനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് കെ രാജൻ കൂടുതൽ വൈകാരികമായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റിനെ കണ്ടിട്ടുള്ളത്, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ടിട്ടുള്ളതെന്നാണ്. ഈ വയനാടുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ഈ മന്ത്രി അവിടേക്ക് ഓടിയെത്തുന്നു, ആളുകളെ ചേർത്ത് പിടിക്കുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ല, അത്രയ്ക്ക് വൈകാരികമായി ഇടപെടുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹം അവിടെ വൈകാരികമായി എത്തി, അവിടെ നേരിട്ട സ്ഥലം പരിശോധിച്ചു. വേണമെങ്കിൽ അവിടെ ഒരു ചോക്ക്, ഇതൊരു മാർക്കർ കൊണ്ട് വരച്ച വരയാണ്, അല്ലാതെ വിള്ളലല്ല എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ വരച്ചു. അതിനെയൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്ന സാഹചര്യമൊക്കെ തന്നെയുണ്ട്. ഏതായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വീട് കൊടുക്കുക എന്ന് പറയുന്നത് അത് എത്രയും വേഗം കൊടുക്കുക, അത് കുറ്റമറ്റ രീതിയിൽ കൊടുക്കുക, ആളുകൾക്ക് പരാതിയില്ലാത്ത രീതിയിൽ കൊടുക്കുക, അവരുടെ ആ ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇപ്പോഴത്തെ വിവാദങ്ങൾ അത് ഒട്ടും ഗുണകരമല്ല. വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്കൊരു ഇടവേളയ്ക്കു ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്തിയാൽ വയനാട്ടിൽ ചൂരൽമലയിൽ മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് നീളുന്ന വാഗ്ദാനമോ എന്നാണ് ചോദ്യം. മാധു. ഫെബ്രുവരി 25 ഈ താക്കോൽദാനവും പട്ടയ കൈമാറ്റവും ഉണ്ടാകുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് അത് മാർച്ച് 1 പിന്നീട് അത് വിഷുവിന് മുൻപ് അവിടെ കയറി താമസിക്കാൻ കഴിയും. കാരണം താക്കോൽദാനം കൊടുത്ത ദിവസം അവിടെ എല്ലാവരും ഉറങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് അത് പരുവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായി വിഷുവിന് മുൻപ് അവർക്ക് അവിടെ കയറി താമസിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. ഇനിയിപ്പോൾ നേരത്തെ സുനിൽ സാർ പറഞ്ഞതുപോലെ ഏപ്രിൽ 30-നകം ഇത് പൂർത്തിയാക്കാം എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളതും. സ്വാഭാവികമായും വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞില്ല, അതിലൊരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നോക്കൂ, ലോകത്തെവിടെയെങ്കിലും ഒരു പുനരധിവാസം, ഒരു ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസം ഇത്രമേൽ ഭംഗിയായി നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഭരണപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യം. ലോകത്തെവിടെയെങ്കിലും ഒരൊറ്റ രാത്രി കൊണ്ട് 500 മനുഷ്യനില്ലാതായ സമയത്ത് അവനവനെല്ലാം തികഞ്ഞിട്ടല്ല, അവനവന് ബാക്കിയുള്ളതിൽ നിന്ന് ഒരു ചെറിയ സമൂഹം 700 കോടി രൂപ CMന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ്. കോടീശ്വരന്മാർ മാത്രമല്ല അങ്ങനെ ഒരു സംഭാവന ചെയ്തത്. ഇല്ലാത്തതിൽ നിന്ന് ബാക്കി വെച്ച സാധാരണക്കാരായ മനുഷ്യരടക്കമുള്ളവർ സംഭാവന ചെയ്തിട്ടുണ്ട്. അതായത് ഇത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ബജറ്റിൽ നിന്ന് വിഹിതം മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തതല്ല. ഇത് കേരളത്തിലെ ഓരോ ജനങ്ങളും വയനാടിൻ്റെ ദുഃഖത്തിനൊപ്പം നിൽക്കണം എന്ന ബോധ്യത്തിൽ നിന്ന് അവനവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതിൻ്റെ ബാക്കി മാറ്റിവെച്ച് കൊടുത്തൊരു ഫണ്ടിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൻ്റെ പ്രോജക്റ്റാണ്. അത് നടപ്പിലാക്കുക, അതിന് മേൽനോട്ടം വഹിക്കുക എന്ന ഉത്തരവാദിത്തമാണ് സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അത് സർക്കാർ ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയും ഊരാളുങ്കലിനെ ഏൽപ്പിക്കുകയും അവരത് നിർവഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്ന്. അതായത് ഇതൊരു അവകാശമാണ്. സർക്കാരിൻ്റെ ഇച്ഛാശക്തി അത് കൃത്യമായി പറയുന്ന സമയത്തിനുള്ളിൽ നടപ്പിലാക്കുക എന്നതിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്.
ഇനി മന്ത്രി കെ രാജൻ, ഞാൻ അദ്ദേഹത്തെ ഒരു കുറ്റവും പറയാൻ തയ്യാറല്ല. നേരത്തെ സുനിൽ സാർ തന്നെ പറഞ്ഞതുപോലെ വളരെ വൈകാരികമായി ഏറ്റവും അടുത്തു ചേർന്ന് നിൽക്കുന്ന, നോക്കൂ, ഇങ്ങനൊരു വിവാദം ഉണ്ടാകുമ്പോൾ അവിടേക്ക് മന്ത്രി ഓടിക്കിതച്ച് എത്തേണ്ടുന്ന സാഹചര്യമൊന്നും സാധാരണഗതിയിൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമല്ല. പക്ഷെ അദ്ദേഹം അതിനെ വൈകാരികമായി കാണുന്നു. അവിടേക്ക് ചെല്ലുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുന്നു, അത് പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്നത് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം അവിടെ കയറി നിന്നതിനെയൊക്കെ വലിയ മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അവിടെ ഒരു എക്സസ് ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിമർശനം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കേൾക്കുന്നതിന് കുറ്റമൊന്നും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം അവിടെ മായ്ച്ചു കളയുന്നത് അവിടെ ഈ വെള്ളം കിനിഞ്ഞിറങ്ങിയതിൻ്റെ പാടിന് ചുറ്റും എഞ്ചിനീയർമാർ വരച്ചിട്ട വരയാണ്. ആ വര ശരിയാണ്, നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ വിള്ളൽ എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഈ ഊരാളുങ്ങളുടെ ഉദ്യോഗസ്ഥരെ വിളിക്കുക, ഊരാളുങ്ങളുടെ ഉദ്യോഗസ്ഥരെ വിളിച്ച് എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് മനസ്സിലാക്കുക. അതിനുശേഷം ഇതാണ് സംഭവിച്ചത്, ഈ നൗഫലിനോട് സംസാരിക്കുക. നൗഫലാണല്ലോ ഈ ആരോപണം ഉന്നയിച്ചത്. നൗഫലിനെ വിളിച്ചത് ബോധ്യപ്പെടുത്തുക, നമ്മളിങ്ങനെ ഒരു പോണ്ടിങ് ടെസ്റ്റ് നടത്തുന്നുണ്ട്, അത് സാധാരണഗതിയിൽ ചെയ്യാത്തതാണ്, അത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതി ദുരന്തങ്ങളെ അടക്കം അതിജീവിക്കാനുള്ള ഡിസൈനിൽ പണിയുന്ന ഒരു ടൗൺഷിപ്പിലെ വീടുകളാണ്, അതുകൊണ്ടാണ് അത് ആദ്യഘട്ടത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ്, ഇതൊരു പ്രോസസ്സാണ്, ഇതൊരു പ്രൊസീജിയറാണ് എന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി മന്ത്രി കെ രാജൻ അതിനുശേഷം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ആ നുണ മായ്ച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ശരിയാണ്, കിനിയുന്നതിന് ചുറ്റും വരച്ചിരിക്കുന്ന ആ വര അദ്ദേഹം മായ്ച്ചു കളഞ്ഞു. ഇനി അതുമാത്രമല്ല, ഭിത്തികളിലും ചെറിയ തോതിലുള്ള ക്രാക്കുകളുണ്ട്. അതല്ല പക്ഷെ പ്രചരിപ്പിക്കപ്പെട്ടത് ആദ്യഘട്ടത്തിൽ. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ സാധ്യമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇതൊക്കെ സാധ്യമാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ നൂറാളുകളുടെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞതുപോലെ ഞങ്ങളത് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല, ഇപ്പോഴും ഞങ്ങളുടെ കസ്റ്റഡിയിലാണുള്ളത് എന്ന് പറഞ്ഞിടത്താണ്. എന്താണ് മാർച്ച് 1 നടന്നത്? മാർച്ച് 1 നടന്നത് ഈ വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ വാർത്തയിലെ ഒരു വരി ഞാൻ വായിക്കാം. ടൗൺഷിപ്പിൽ എല്ലാവരും ഒരുമിച്ച് താമസം തുടങ്ങാനാണ് പദ്ധതി. ആദ്യഘട്ടമായി 178 വീടുകളുടെ താക്കോൽ ദാനം മാർച്ച് 2 മുഖ്യമന്ത്രി നിർവഹിച്ചിരുന്നു. 2 ദേശാഭിമാനി വാർത്ത. അപ്പോൾ താക്കോൽ ദാനം നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു വാർത്ത ദേശാഭിമാനിയുടെ തന്നെ ഉണ്ട്. അതിൽ പറയുന്നത് എന്താണ്? 15 ശേഷം താക്കോൽ കൈമാറും എന്നാണ്. അതെപ്പോഴും താക്കോൽ കൈമാറും എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊരു വാർത്ത ദേശാഭിമാനിയുടെ ഇതിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇനി ഇതിൽ 178 വീടുകളുടെ അവസാന മിനുക്കുപണി മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നാണ്. ഇതിലെവിടെയാണ് യാഥാർത്ഥ്യം കിടക്കുന്നത്? അത് ഫെബ്രുവരി മാസത്തിൽ ഉള്ള വാർത്തയാണ്. ഫെബ്രുവരി മാസത്തിൽ ദേശാഭിമാനി പറയുന്നത് ആ 178 വീടുകളുടെ മിനുക്കുപണി മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിൻ്റെ വയനാട് റിപ്പോർട്ടർ ദീപക് അവിടെ ചെല്ലുന്നു. അവിടെ വയറിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല, അവിടെ പ്ലംബിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല, അവിടെ തറ കംപ്ലീറ്റ് ആയിട്ടില്ല, വീട്ടുമുറ്റം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇങ്ങനെ പല പണികളും അവിടെ ശേഷിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 1 മാസമെങ്കിലും അത് ശേഷിക്കും. അതിനാണ് മിനുക്കു പണികളെന്ന് ഫെബ്രുവരി മാസത്തിൽ പറഞ്ഞത്. ഞാനിതിൻ്റെ എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുന്നു. ഈ പണിക്കാരുടെ ഷോർട്ടേജ് അടക്കമുള്ളവ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വന്നതാണ്. SIRൻ്റെ ഒക്കെ ഭീഷണി, ഓരോ സംസ്ഥാനത്തു നിന്നും ഉദ്യോഗസ്ഥരടക്കം വിളിച്ച് നിങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ള ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് ഭീഷണിപ്പെടുത്തി പാർട്ടിക്കാർ എന്നൊക്കെയാണ് പറയുന്നത്. സ്വാഭാവികമായും ഈ പണിക്കാർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നത് പ്രധാനമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഫെബ്രുവരി മാസത്തിൽ സർക്കാർ നൽകിയ 178 വീടുകൾ ആർക്കും പോയി കണ്ട് ബോധ്യപ്പെടാം. അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ അത് പോയി കണ്ട് ബോധ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ആശങ്കകളുണ്ടായി. അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞു. നോക്കൂ, അവിടെ നൗഫൽ എന്ന് പറയുന്നയാൾ 16 പേരെ ഒരു കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയുന്ന കാര്യത്തിലെ രാഷ്ട്രീയം മാത്രം കാണുക എന്ന് പറയുന്നത് ഹിംസാത്മകമാണ്. അദ്ദേഹം വലിയ തോതിലുള്ള സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. മനുഷ്യൻ മരിച്ചു പോകുന്ന വീട്ടിലുള്ള ആളുകളെ അധിക്ഷേപിക്കാൻ പാടില്ല, തൊട്ടുപോലും വാക്കുകൊണ്ടുപോലും പറയാൻ പാടില്ല എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പക്ഷം, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെ ആ മനുഷ്യന് മാത്രം ബാധകമല്ലാത്ത എന്ത് വേദനയാണ് ഈ സമൂഹത്തിൽ ബാക്കിയുള്ളത്? അപ്പോൾ അയാൾക്കൊരു വേദന ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് തിരിച്ചു കയറി താമസിക്കുക എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പാണെന്നേ. അപ്പോൾ അയാൾക്കൊരു ആശങ്കയുണ്ടെങ്കിൽ അത് പറയണ്ടേ? അപ്പോൾ അയാളുടെ രാഷ്ട്രീയമാണോ പറയേണ്ടത്? അപ്പോൾ ആ നിലയ്ക്ക് ഈ മനുഷ്യനെ സൈബർ ആക്രമണത്തിന് നേരിടുന്നു, സൈബർ ആക്രമണത്തിന് വിധേയനാക്കുന്നു. ഭീഷണിയുണ്ട് അയാൾക്ക്. ഭീഷണിയുണ്ടെന്ന് പറഞ്ഞത് അയാളാണ്. അയാളെ അവിശ്വസിക്കാൻ തയ്യാറാവുകയാണ് ഈ സമൂഹമെങ്കിൽ എനിക്ക് ആ സമൂഹത്തോടൊന്നും പറയാൻ ഇല്ല. അയാൾക്ക് ഭീഷണിയുണ്ടെന്ന് അയാൾ പറയുന്നു, അയാൾക്ക് സൈബർ ആക്രമണമുണ്ട് എന്ന് അയാൾ പറയുന്നു. അപ്പോൾ അയാളെ അവിശ്വസിക്കാനാണ് തയ്യാറെടുപ്പെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇവനെയൊക്കെ ബാക്കി വെച്ചല്ലോ ദൈവം എന്നാണ് ഒരു കമൻറ്റ്. മനുഷ്യത്വമുള്ള ഒരുത്തൻ അത് പറയുമോ?
16 പേരെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ ബാക്കിയുള്ള ഒരു മനുഷ്യനെ ദൈവം ബാക്കി വെച്ചല്ലോ എന്ന് പരിതാപപ്പെടുന്ന മനുഷ്യർക്ക് രാഷ്ട്രീയം പറയാൻ എന്തെങ്കിലും അവകാശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് ഊരാളുങ്കലിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒരു വീടിന് 3-4 മാസം എടുക്കും. അത് ഫിനിഷ് ആകുന്ന സമയത്ത് തന്നെ അതിൽ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്നത് പരിശോധിക്കും, പോണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കും. വാട്ടർ പ്രൂഫിങ്ങിന് മുമ്പ് അത് ചെയ്യുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഫോഴ്സ്ഡായി വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഞങ്ങൾ ചെയ്യാൻ കാരണം ഈ വീട് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് വീട് ഇതുവരെയും കൈമാറ്റം ചെയ്യപ്പെടാൻ ഈ 15-ാം തീയതി പോയിട്ട് വിഷു കഴിഞ്ഞിട്ട് ഏപ്രിൽ 30-ന് പോലും അത് കൈമാറ്റം ചെയ്യാൻ പര്യാപ്തമായ രീതിയിലായിട്ടില്ല എന്നതാണ് ഇപ്പോഴും അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന നിലയ്ക്ക്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വാഗ്ദാന ലംഘനത്തിന് സർക്കാരിനോട് പ്രതിപക്ഷത്തിന് ചോദിക്കാൻ കഴിയാത്തെന്നൊരു ചോദ്യമുണ്ട്. കോൺഗ്രസ് അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ 3 മാസമോ 4 മാസമോ കഴിഞ്ഞാൽ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് 2 വർഷം തികയാൻ പോവുകയാണ്. ഇത്രയധികം ഫണ്ട് കേരളത്തിലെ ജനങ്ങൾ സംഭാവന ചെയ്ത ഒരു പ്രോജക്റ്റ് 2 വർഷത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇച്ഛാശക്തി എന്ന് ഈ ഇൻവേർട്ടഡ് കോമയിട്ട് പറയുന്നതിനെ ന്യായീകരിക്കാൻ എനിക്ക് വാക്കുകളില്ല. അപ്പോൾ അത്തരത്തിൽ പരിശോധനകളൊക്കെ നടത്തി അങ്ങ് പറഞ്ഞതുപോലെ ഇത്തിരി താമസിച്ചാലും കുഴപ്പമില്ല, അവിടെയുള്ളവർക്ക് ഈ വയനാടിൻ്റെ സവിശേഷതകളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വീടുകൾ നൽകട്ടെ. അതിനിടയിൽ എന്താണ് ഇലക്ഷന് മുൻപ് നടത്തിയ മഹാമഹം എന്നത് വിശദീകരിച്ചാൽ മതി. ഒരു ഇടവേള കൂടി വേണം. നീളുന്ന വാഗ്ദാനമോ എന്നാണ് ചോദ്യം. സ്മൃതി, നീളുന്ന വാഗ്ദാനമാണ് എന്നുള്ളതാണല്ലോ നമ്മൾ കാണുന്നത്. ആദ്യ വാഗ്ദാനം 2025 നവംബറിനകം 410 വീടുകളിൽ 178 എണ്ണം കൈമാറുമെന്നുള്ളതായിരുന്നു. രണ്ടാം പ്രഖ്യാപനം 2026 ഏപ്രിൽ 30-നകം വീടും തൊഴിലും നൽകുമെന്നുള്ളതായിരുന്നു. അത് മന്ത്രി കെ രാജന്റെ പ്രഖ്യാപനമായിരുന്നു. മൂന്നാമത്തെ പ്രഖ്യാപനം വരുന്നത് മുസ്ലിം ലീഗ് വീടുകൾ ഉദ്ഘാടനം നിർവഹിക്കൽ വേഗം നടത്തുന്ന സമയത്ത് വേഗം ആദ്യഘട്ട ഉദ്ഘാടനം 178 വീടുകളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 25-ന് മുഖ്യമന്ത്രി നിർവഹിക്കും എന്നുള്ളതായിരുന്നു. വീണ്ടും തീയതി മാറ്റുന്നു. ഉദ്ഘാടനം മാർച്ച് 1-ലേക്ക് മാറ്റുന്നു. ഗുണഭോക്താക്കൾക്ക് നറുക്കെടുപ്പ് നടത്തുന്നു. 2026 ഫെബ്രുവരി 20-22 ഘട്ടങ്ങളിൽ 1-ാം ഘട്ട ഉദ്ഘാടനം 2026 മാർച്ച് 1-ന് നടക്കുന്നു. പക്ഷേ വീട് കൈമാറ്റം നീളുകയാണ്. ആദ്യം പറഞ്ഞത് ഏപ്രിൽ 5-ാം തീയതിയോടെ പരമാവധി വീടുകൾ പണി പൂർത്തിയാക്കുമെന്നാണ്. 34 വീടുകൾ സജ്ജമാണ് എന്നാണ് പറഞ്ഞത്. പ്രത്യേകം മാർക്ക് ചെയ്യണം, സജ്ജമാണ് എന്ന് പറഞ്ഞു. പിന്നെ മാറ്റുന്നത് ഏപ്രിൽ 5-ന് എന്നത് വിഷുവിന് മുമ്പ് എന്നായി. അത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. 178 വീടുകളും വിഷുവിന് മുമ്പ് ഏപ്രിൽ 15-ന് മുൻപ് കൈമാറുമെന്ന പ്രഖ്യാപനമാണ് നമ്മൾ കണ്ടത്. ഊരാളുങ്കൽ കളക്ടറോട് പറഞ്ഞത് മെയ് 20-ന് മുമ്പ് 178 വീടുകൾ കൈമാറും എന്നുള്ളതാണ്. മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒക്ടോബറോടുകൂടി മുഴുവൻ വീടും, അതായത് 410 വീടുകളും ടൗൺഷിപ്പ് പൂർത്തിയാക്കി നൽകുമെന്നാണ്. ഒക്ടോബറോടുകൂടി എന്നുള്ളതാണ്. ഇങ്ങനെ മാറി മാറി ഓരോരോ മാസങ്ങളിലും നമ്മൾ ഈ വാഗ്ദാനങ്ങൾ സമയം നിശ്ചയിച്ചങ്ങ് പറയുകയാണ്. അപ്പോൾ ഈ പണി പൂർത്തിയാകില്ല എന്നുള്ളതാണെങ്കിൽ അത് പറയരുതായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. ഇനി നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഊരാളുങ്കൽ സിഒയുടെ പ്രതികരണം ഞാനും കണ്ടു. അദ്ദേഹം പറയുന്നുണ്ട്, ഈ 36 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തി പോണ്ടിങ് ടെസ്റ്റ് നടത്തും. അതായത് ചോർച്ചയുണ്ട് എന്ന് സംശയിക്കുന്നിടത്താണ് ആ ചോർച്ച എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി 36 മണിക്കൂറിലേക്ക് വെള്ളം കെട്ടി നിർത്തിയുള്ള പരിശോധന നടത്തുന്നത്. അത് അവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡാംനെസ് ഉള്ള സ്ഥലത്ത് ക്ലിപ്പ് ചെയ്യുന്നു. അവിടെ ഈ പറയുന്ന പൊട്ടലൊക്കെ കുറയാനുള്ള ഫൈബർ ഇടുന്നു. ഇത്തരം നടപടിക്രമങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്നിടത്താണല്ലോ, പ്രശ്നം കണ്ടെത്തി എന്നുള്ളതാണല്ലോ. ഒരു ചാറ്റൽ മഴയിൽ വെള്ളം ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ നടപടി എടുക്കേണ്ടതാണ്. അത് ഉറപ്പായിട്ടും അവർ ചെയ്യേണ്ട കാര്യമാണ്. അത് അവർ ചെയ്യുന്നു. അവർ പറയുന്നുണ്ട് 5 കൊല്ലത്തേക്ക് ഡിഫക്റ്റ് ലയബിലിറ്റി അവർക്കുണ്ട്. അതായത് ഒരു കുഴപ്പമുണ്ടായാൽ 5 വർഷത്തിനിടയ്ക്ക് അവർ ചെയ്തു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. പ്ലാസ്റ്ററുകളിൽ പലയിടത്തും പൊട്ടുന്നുണ്ടെന്ന് പറയുന്നു. അത് റെക്ടിഫൈ ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ മാക്സിമം എഫേർട്ട് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ തൊഴിലാളികളുടെ ക്ഷാമം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതൊരു 6 മാസമായിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. SIR മാത്രമല്ല, ഇപ്പോൾ പോകുന്ന തൊഴിലാളികൾക്ക് അവരുടെ നാട്ടിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളം കിട്ടുന്നു. അപ്പോൾ തിരിച്ചു വരുമോ എന്നുള്ള കാര്യവും സംശയമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ലേബർ മാത്രമായിട്ട് അത് ചുരുങ്ങുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർ നേരിടുന്നുണ്ട് എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോഴും അദ്ദേഹം അവസാനം പറഞ്ഞ വാചകമാണ്, ഞങ്ങൾ ഇത് ഈ തൊഴിലാളികളുടെ ഒരു കൺസ്ട്രെയിൻ വലിയ പ്രശ്നമാണ്. അപ്പോൾ എപ്പോൾ കൊടുക്കും എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയുന്നത് വെയിലും മഴയും 2 കാലാവസ്ഥയും 2 കാലങ്ങളും കഴിഞ്ഞു പോകണം. ആ 2 കാലങ്ങളും കഴിഞ്ഞ് അതിനെ നേരിടുന്ന രൂപത്തിലാണ് ഈ കെട്ടിടമെന്ന് മനസ്സിലായ ശേഷം അടുത്ത ഘട്ടത്തിലേ അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉടനെ കൊടുക്കാൻ കഴിയില്ല എന്ന കാര്യം വളരെയധികം വ്യക്തമായി തന്നെ പറയുന്നു. കൈമാറിയിട്ടില്ല.
അതാണ് പ്രയോഗം. കൈമാറിയിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതവർ പറയുന്നുണ്ട്, കൃത്യമായി കൈമാറിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെയാണ് മുഖ്യമന്ത്രിയും ഈ മന്ത്രിമാരും കൂടി നമ്മൾ മാർച്ച് 1 കണ്ട വലിയൊരു ചടങ്ങ്, നമ്മളെല്ലാവരും തത്സമയം കൊടുത്ത ചടങ്ങാണല്ലോ, താക്കോൽ കൊടുക്കുകയാണ് 178 കുടുംബങ്ങൾക്ക്. അവരൊക്കെ തന്നെയും ആ വീട് കിട്ടി എന്ന നിലയ്ക്ക് ഉള്ള സന്തോഷവും മന്ത്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള വൈകാരികമായ നിമിഷങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ വീട് കിട്ടി എന്നാണ് സാങ്കേതികമായി ഈ പറയുന്ന, നമ്മൾ ഇത്രയും കാലം കൊണ്ടിരിക്കുമ്പോൾ ഒരു തടസ്സമായി പറഞ്ഞത് വെള്ളവും വെളിച്ചവും, ആ അടിസ്ഥാന പ്രശ്നങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. വെള്ളവും വെളിച്ചമുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാമായി എന്നാണ്. ബാക്കിയെല്ലാം ആയിട്ടില്ല, പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ ഈ ചോർച്ചയൊക്കെ അടച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേയുള്ളൂ. ഈ മാർച്ച് 1 178 വീടുകളെ താക്കോൽ കൊടുക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ വീടുകളെ പൂർണ്ണ രൂപത്തിൽ ആ രൂപത്തിൽ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണം തന്നെയായിരുന്നു. അത് പറയുമ്പോൾ ഇത്രയും രോഷം കൊള്ളുകയും വൈകാരികമായി പ്രതികരിക്കും, വൈകാരികമല്ല അതിനെ മോശം ഭാഷയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മന്ത്രിയുടെ വൈകാരിക പ്രകടനം, മന്ത്രി എത്ര വൈകാരികം എന്ന് പറയുന്നത്, അവിടെ പറയുന്ന ഈ ദുരന്ത ബാധിതരോടാണല്ലോ ഈ വൈകാരിക ബന്ധമുള്ളത്. അപ്പോൾ ആ വൈകാരിക ബന്ധം എന്ന് പറയുമ്പോൾ ആ വീട്, ആ നിൽക്കുന്ന വീട്ടിലെ ആളോടും ആ വൈകാരിക ബന്ധമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി ആദ്യം ചെയ്യേണ്ടത് ആ വീട് കൊടുത്ത, ആ താക്കോൽ കൊടുത്ത ആളോട് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ഉടനെ മാധ്യമങ്ങളിലെ വാർത്ത കണ്ട് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഫോട്ടോകൾ കണ്ട് അതിന് മറുപടി പറയുകയല്ല. അവിടെയുള്ള ഈ നഷ്ടപ്പെട്ടവരോടാണ് മന്ത്രി മറുപടി നൽകേണ്ടത്. അവരുമായിട്ടാണ് മന്ത്രിക്ക് ബന്ധവും. ആ ബന്ധം കാരണമാണ് മന്ത്രി ഓടി വരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ മന്ത്രി ഓടി വന്നിട്ട് ആദ്യം ചെയ്ത് അയാളെ കാണാതെ നേരെ പോയി ഈ പറയുന്ന ഈ ഊരാളുങ്കലിലെ എഞ്ചിനീയർമാർ മാർക്ക് ചെയ്ത ഭാഗം മായ്ക്കുകയാണ്. അത് ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങൾ ചിത്രങ്ങൾ ഇട്ടവർ കൊണ്ടുപോയി വരച്ചിട്ടതല്ലോ, അല്ലെങ്കിൽ പറയുന്ന ഈ സർക്കാരിനെതിരായ ശത്രുക്കൾ കൊണ്ടുപോയി മാർക്ക് ചെയ്തതല്ലോ. അവിടെ ചോർച്ചയുണ്ട്. ചോർച്ച എന്ന് പറയുന്നത് മുകളിലാണ്. ആ മുകളിലെ ഭാഗത്താണ് പോണ്ടിങ്ങിനുള്ള നടപടികൾ ചെയ്തിരിക്കുന്നത്. അത് ഈ പറയുന്ന വെള്ളം കെട്ടിവെച്ചതായിരിക്കാം. നേരത്തെ ചോർച്ച വന്നുകൊണ്ടേയിരിക്കില്ലല്ലോ. അപ്പോൾ വെള്ളം ഇനി ചോരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ പോണ്ടിങ് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു. 36 മണിക്കൂർ എന്നുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് ചുറ്റും അവർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ മാർക്ക് ചെയ്ത സാധനം മായ്ച്ചതുകൊണ്ട് എന്താണ് മന്ത്രി പ്രൂവ് ചെയ്യുന്നത്? ചോർച്ചയേ ഇല്ല എന്ന്. വിള്ളലാണെന്ന് പ്രചാരണമുണ്ടായി. അല്ല, അതിന് മുകളിലാണെന്നേ വിള്ളൽ. മുകളിലാണ് വിള്ളൽ കൊണ്ടാണ് ചോർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ആ വിള്ളൽ അടയ്ക്കാനുള്ള നടപടികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്, അവർ ചെയ്യുകയാണ്. പറയട്ടെ, ഞാൻ പൂർത്തിയായിട്ട് പറഞ്ഞത് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാർക്ക് ചെയ്തിരിക്കുന്നത്, ആ മാർക്ക് ചെയ്ത കാര്യം പോയി മായ്ക്കുന്നതിലൂടെ എന്താണ് മന്ത്രി പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്? അത് ഒരു വല്ലാത്ത മോശം, അതായത് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്ന ഈ പ്രതികരണങ്ങളോട് മറുപടി നൽകലാണോ ഒരു സർക്കാരിന്റെ പ്രാഥമികമായ കാര്യമുള്ളത്, ഉത്തരവാദിത്തമുള്ളത്? ജനങ്ങളോടാണ് ഉത്തരവാദിത്തം, ജനങ്ങളോടാണല്ലോ പറയേണ്ടത്. ഈ സമൂഹ മാധ്യമങ്ങൾക്ക് മറുപടി നൽകാൻ നമ്മളൊക്കെ എത്ര കാര്യം മറുപടി നൽകേണ്ടി വരും? സമൂഹ മാധ്യമങ്ങളിലൂടെ പറയട്ടെ. അപ്പോൾ അത് മന്ത്രി വിശദീകരിക്കണം. മന്ത്രി വിശദീകരിക്കാൻ അവിടെ അദ്ദേഹത്തിന് കൂടി എഞ്ചിനീയർമാരുണ്ട്, അവരെ കൊണ്ട് വിശദീകരിപ്പിക്കാമായിരുന്നു. ഇപ്പോൾ നമ്മൾ വൈകിയ വേളയിൽ നമ്മളിപ്പോൾ ഊരാളുകളുടെ സിയോയുടെ മുഴുവൻ നീണ്ട ബൈറ്റ് എടുത്തിരിക്കുകയാണല്ലോ. 15 മിനിറ്റ് അദ്ദേഹം സംസാരിക്കുന്നത് വളരെ വ്യക്തമാണ്, വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. ആ ക്ലാരിറ്റി മന്ത്രി വരുത്തണമായിരുന്നേ. അത് മന്ത്രി വരുത്താതെ നേരെ മായ്ക്കാൻ പോകുന്നത് മന്ത്രിയുടെ ചുമതലയല്ല. അത് മന്ത്രി എഞ്ചിനീയർ അല്ല, മന്ത്രിയല്ല അത് ചെയ്യേണ്ടത്. ഇനി ഈ പറയുന്ന ഈ 16 കുടുംബത്തിലെ 16 പേരെ നഷ്ടപ്പെട്ട ഈ പറയുന്ന നൗഫൽ എന്ന വ്യക്തി ഒരു കോൺഗ്രസ്സുകാരനാണെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും ആ കോൺഗ്രസ്സുകാരൻ ഈ സർക്കാർ നൽകുന്ന വീടിൽ വിശ്വസിച്ചുകൊണ്ടാണല്ലോ സർക്കാർ നൽകുന്ന വീട് മതി എന്ന് തീരുമാനിക്കുന്നത്. കോൺഗ്രസ് നൽകുന്ന പണമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് ഇനി തരാനിരിക്കുന്ന വീടല്ല വേണ്ടത്, എനിക്ക് ഈ സർക്കാർ നൽകുന്ന വീട് മതി എന്ന് സർക്കാരിനെ വിശ്വസിച്ച കോൺഗ്രസ്സുകാരനാണല്ലോ. ആ കോൺഗ്രസ്സുകാരനോട് ഇപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മാധു ഒരു കമന്റിന്റെ കാര്യം പറഞ്ഞു. മറ്റൊരു കമന്റ് പറഞ്ഞിരിക്കുന്നത് നന്ദി വേണം എന്നുള്ളതാണ്. ഇതാണ് പൊതുവായിട്ടുള്ളൊരു സമീപനം. നന്ദി വേണം. ഈ നന്ദി ആരോടാണ് വേണ്ടത്? അവർക്ക് നഷ്ടപ്പെട്ടത് നമ്മളെല്ലാവരും നമ്മുടെ ഉത്തരവാദിത്വം നൽകി നമ്മൾ കൊടുത്തതാണ്. അത് സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. അതാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളത്. ഇത് ഔദാര്യമല്ല, അത് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അന്നും പറഞ്ഞിരുന്നു, വീടുകൾ കൈമാറിയിട്ടില്ല. വീട് കൈമാറാതെ ഒരു താക്കോൽ കൊടുക്കൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റണ്ടാണ്. അതിനു മുമ്പ് ഈ പറഞ്ഞ ഗൃഹപ്രവേശന ആളുകളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഗൃഹപ്രവേശനത്തോട് തീയതി കുറിക്കണമല്ലോ. അത് കുറിക്കാണ്ട് അവരെങ്ങനെ വിളിക്കും? അപ്പോൾ അവരെങ്ങനെയാണ് അവിടെ എത്തിച്ചതെന്നുള്ള ചോദ്യം ഇപ്പോഴും ഞാൻ ഉന്നയിക്കുകയാണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി അവിടെ നിൽക്കുന്നു. വീട് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും അത് എപ്പോൾ പൂർത്തിയാകുമെന്ന് പറയാൻ ഊരാളുകളിന് പരിമിതിയുണ്ട്. ആ പരിമിതി അവിടെ നിൽക്കുമ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സർക്കാർ വിനയത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഞങ്ങളിത് നൽകും. ശരിയാണ്, അവിടെ കെട്ടിപ്പൊക്കുന്നുണ്ട്. 410 വീടുകൾ കൊടുത്തേ പറ്റൂ. അതിൽ 299 കോടിയുടെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ഊരാളുകളിലെ പൂർത്തിയാക്കിയേ പറ്റൂ. അപ്പോൾ അത് അവിടെ നിൽക്കുമ്പോൾ അത് പൂർത്തിയായിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടുള്ള മറുപടികളാണ് സർക്കാർ നൽകേണ്ടത്. അതല്ലാതെ ചുറ്റും ശത്രുക്കളാണെന്നും ഈ ശത്രുക്കളോട് ഞങ്ങൾ മറുപടിയല്ല ഈ രൂപത്തിലാണ് പ്രതികരിക്കുക എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൽ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല. റൈറ്റ്. ഈ വിഷയത്തിൽ വാഗ്ദാനം നീളുന്നോ എന്ന ചോദ്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇതൊരു വാഗ്ദാനമേ ആയിരുന്നില്ല എന്നുള്ളതാണ്.
ഇത് നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ സർക്കാർ പൊതുജന സമക്ഷം വെച്ചൊരു പ്രോജക്റ്റ് ആയിരുന്നു. ആ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ദിവസത്തിലെ ചില വ്യത്യാസങ്ങൾ മാത്രമാണ് ചർച്ചയിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിന്മേലുണ്ടാക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് ഇനി ഭാവി കേരളത്തിലെ ഇത്തരം ദുരന്ത നിവാരണ പദ്ധതികളെ ബാധിക്കുക എന്നതിൽ എനിക്കേറെ ആശങ്കയുണ്ട്. ഇതിന് രണ്ട് സൈഡും നമുക്ക് പറയാം. പക്ഷേ ഇതിലുണ്ടാവുന്ന വിവാദങ്ങൾ, നാളെ കേരളത്തിലൊരു ദുരന്തമുണ്ടായാൽ ഈ ദുരന്ത നിവാരണത്തിനു വേണ്ടി സർക്കാർ ഏതെങ്കിലും വ്യക്തികളോട് പണം ചോദിച്ചാൽ എന്താണ് പൊതുജനങ്ങൾക്കുണ്ടാവാൻ പോകുന്നൊരു ഇംപ്രഷൻ? ഈ വിവാദം ഉണ്ടാക്കി വയ്ക്കുന്ന ബാക്കിപത്രം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആലോചിച്ചുകൊണ്ട് വേണം ഉത്തരവാദിത്വത്തോടുകൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. നോക്കൂ, 178 ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരിൽ എത്ര പേർ ഈ ആശങ്ക പ്രകടിപ്പിച്ച് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ട്? നമ്മൾ പലരെയും പോയി കണ്ടു. ഞാൻ തന്നെ നേരിട്ട് ഈ സൈറ്റിൽ പോയതാണ്. സൈറ്റിൽ പോയ സമയത്ത് അന്ന് എല്ലാവരും 100% ആളുകളും ഈ വീടിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ല. ശരിയാണ്, താമസിക്കുന്നത് ചിലപ്പോൾ വിഷുവിന് മുമ്പ് കയറി കഴിയാൻ പറ്റുന്നു, പക്ഷേ ഞങ്ങളുടെ ദിനബത്ത കിട്ടണം, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എൻ്റർപ്രണൽ അസിസ്റ്റൻസ് കിട്ടണം എന്നീ രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. വീടിനെക്കുറിച്ച് ഒരാൾ പോലും ആ സമയത്ത്, അതായത് ഈ വീട് കൈമാറ്റം നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് ഒരാൾ പോലും പരാതി ഉന്നയിച്ചിട്ടില്ല മാർച്ചിന് ശേഷം. കാരണം അവർ വിശ്വസിച്ചത് വിഷുവിന് മുമ്പ് ഒരു പക്ഷേ കയറി കടക്കാൻ കഴിയുമായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ അത് കഴിഞ്ഞില്ല. വീണ്ടും ഒരു 3 ആഴ്ച കൂടി സമയം അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ സമയം അവിടെ നീട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ദുരന്തബാധിതരായ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്? ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം 3 കോടിയിലധികം രൂപ അവരുടെ ദിനബത്തയായി കൊടുക്കേണ്ടത് ജൂൺ മാസം വരെ നീട്ടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് സർക്കാർ. ജൂൺ മാസം വരെ, അഡ്വാൻസ് ആയിട്ട് ജൂൺ മാസം വരെ അവർക്കുള്ള സഹായവും നൽകിയിട്ടുണ്ട്, വാടകയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും കുറവ് വരികയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ നമ്മൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യും, അത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യും. ഇനി 2 ചോദ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇത് നീളുകയാണോ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് നീളുന്നു എന്നുള്ളതാണ്. ഇതിലൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചിട്ടില്ലേ എന്നുള്ളതാണ്. രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ വാദം. രണ്ടാമത്തത്, മന്ത്രി രാജൻ ഇത് ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. വൈകാരികമായി ഇടപെടേണ്ടിയിരുന്നോ? വൈകാരികമായി ഇടപെടുക തന്നെ വേണം. കാര്യം വൈകാരികമായി ഓരോ ഘട്ടത്തിലും ഇടപെട്ടിട്ടുണ്ട് മന്ത്രി എന്ന നിലയിൽ. കാരണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും മിനിസ്റ്റർ കെ രാജനുമായി വ്യക്തിപരമായിട്ടും നമ്മുടെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഇടപെടുന്ന സമയത്തും ആ മനുഷ്യൻ വൈകാരികമാകുന്നത് കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ കൂലിപ്പണിക്കാരനെന്നും വാർക്കപ്പണിക്കാരനെന്നും പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൂലിപ്പണിക്കാരനെന്നും ഈ വാർക്കപ്പണിക്കാരനെന്നുമുള്ളത് മന്ത്രി കെ രാജന് കിട്ടുന്ന അഭിമാനപരമായിട്ടുള്ള പട്ടങ്ങളാണ് എന്നുള്ളതാണ്. നമ്മുടെ മന്ത്രിക്ക് അങ്ങനെ ചില പദവികൾ ഉള്ളത് നല്ലതാണ് എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ ചെയ്തതിനെ ഒട്ടും മോശമായി ഞാൻ കാണുന്നില്ല. വളരെ പ്രൊഫഷണലായ ഒരു പാരാമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇത് മന്ത്രി ചെയ്യേണ്ടിയിരുന്നോ ചോദ്യത്തിൽ അത് മന്ത്രി ചെയ്യേണ്ടിയിരുന്നതല്ല, അത് എഞ്ചിനീയർ ചെയ്യേണ്ടിയിരുന്നതാണ്. പക്ഷേ മന്ത്രി ചെയ്യാനിടയായ സാഹചര്യം എന്താണ് എന്നതുകൂടി 2ാം ഘട്ടത്തിൽ ഞാൻ വ്യക്തമാക്കാം. ആദ്യ ഘട്ടത്തിലേക്ക് എത്തിയാൽ നോക്കൂ, ഇച്ഛാശക്തി ഉണ്ടായിരുന്നു ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ. ഇച്ഛാശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു ആ ഇച്ഛാശക്തിയുടെ കാരണം? ജൂലൈ 30-ാം തീയതി വയനാട് ഈ ദുരന്തം നടക്കുന്നു. 60 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. 60 ദിവസത്തിനുള്ളിൽ വയനാട്ടിലെ ഭൂമി കണ്ടെത്തുന്നതിനെക്കുറിച്ച് ആന്റോ അഗസ്റ്റിൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ കേസും നൂലാമാലയും ഇല്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമോ? കോൺഗ്രസ് ഭൂമി ഏറ്റെടുത്തിട്ട് അവിടെ രജിസ്ട്രേഷൻ, 2ാമത് ഏറ്റെടുത്ത ഭൂമിയുടെ രജിസ്ട്രേഷൻ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് ഭൂമി അന്വേഷിച്ച് നടന്ന് എത്ര സ്ഥലങ്ങൾ നോക്കിയെന്ന് നമുക്കറിയാം. അപ്പോൾ 1ഉം 2ഉമല്ല, ഇത്രയുമധികം ഏക്കർ, 410 വീടും ഒരു ടൗൺഷിപ്പും നിർമ്മിക്കാൻ ആവശ്യമായ ഏറ്റവും മനോഹരമായ, ഏറ്റവും നഗരത്തിൻ്റെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ എടുക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ പ്ലാൻ. അവിടെ കേസിൽ കിടക്കുന്ന പ്രദേശങ്ങളിൽ അല്ലാതെ അവിടെ നിന്ന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. 60 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു സെപ്റ്റംബർ മാസത്തോടുകൂടി. അങ്ങനെ 2 എസ്റ്റേറ്റുകൾ തീരുമാനിക്കുന്നു. അതിൽ എൽസ്റ്റൺ എസ്റ്റേറ്റുകാരും 2ാമത്തെ എസ്റ്റേറ്റുകാരും കോടതിയിൽ പോകുന്നു. ഡിസംബർ മാസമാകുമ്പോഴേക്കും കോടതിയിൽ ചോദ്യം വരുന്നു, പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ഈ ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നത്? LARR പ്രകാരമാണോ അതല്ല ഡിസാസ്റ്റർ ആക്ട് പ്രകാരമാണോ ഏറ്റെടുക്കാൻ പോകുന്നത്? സർക്കാർ പറഞ്ഞു ഡിസാസ്റ്റർ ആക്ട് പ്രകാരമാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. പക്ഷേ കോടതി പറഞ്ഞാൽ LARR പ്രകാരമുള്ള കോമ്പൻസേഷൻ ഞങ്ങൾ കൊടുക്കാം. അത് ഡിസ്പ്യൂട്ട് വയ്ക്കുന്നു. അവിടെ കമ്പനി അത് തള്ളിക്കളയുന്നു. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നഷ്ടപരിഹാരം കമ്പനി തള്ളിക്കളയുമ്പോഴും നോക്കൂ, മാർച്ച് മാസം 27-ാം തീയതി കോടതിയിൽ നിൽക്കുന്ന സമയത്തും സർക്കാർ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രം മാർച്ച് 27-ാം തീയതി തറക്കല്ലിടാൻ തീരുമാനിക്കുന്നു. കോടതിയുടെ അനുവാദം ചോദിക്കുന്നു. കോടതി പറഞ്ഞു നിങ്ങൾക്കവിടെ നിർമ്മാണമരുത് എന്ന് കോടതിയുടെ ഉത്തരവ് വരുന്നു. ഏപ്രിൽ മാസം 11-ാം തീയതി നിർണായകമായ ആ വിധി വരുന്നു. എന്താണ്? സർക്കാർ നിരന്തരം പ്രഷറൈസ് ചെയ്ത് ഹൈക്കോടതിയിൽ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചപ്പോൾ ഹൈക്കോടതി പറയുന്നു ഡിസാസ്റ്റർ ആക്ട് പ്രകാരം നിങ്ങൾക്ക് അവിടെ നിർമ്മിക്കാം, പക്ഷേ അവിടെ കൃത്യമായ കോമ്പൻസേഷൻ നിങ്ങൾ കൊടുക്കണം. സർക്കാർ നിശ്ചയിച്ചതിലും കൂടുതൽ കോമ്പൻസേഷൻ കോടതി കൂടി നിശ്ചയിച്ചു. എന്നിട്ട് ഏപ്രിൽ മാസം 11-ാം തീയതി രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് അന്ന് രാത്രി 11:30 ഈ പണം കൊണ്ട് കെട്ടിവെക്കുന്നുണ്ട് ട്രഷറിയിൽ. കാര്യം എന്താ? പിറ്റേ ദിവസം അപ്പീലുമായിട്ട് പോയി ഇത് സ്റ്റേ വരാതിരിക്കാൻ വേണ്ടി. ഇച്ഛാശക്തി ഇല്ലേ?
ആ രാത്രി 11:30 പണം അടയ്ക്കുന്നു. തൊട്ടു പിന്നാലെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റുകാരും ഈ പ്ലാന്റേഷൻകാരും നേരെ സുപ്രീം കോടതിയിലേക്ക് സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായിട്ട് പോകുന്നു. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ മെയ് മാസം നോക്കൂ. അതിനിടയിൽ ഏപ്രിൽ 14 തീയതി അവിടെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായി പോകുന്നതിനിടയിൽ തന്നെ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പണി തുടങ്ങുന്നു. രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലേ? ആ സുപ്രീം കോടതിയിൽ മെയ് മാസമാകുമ്പോഴേക്കും സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ തള്ളുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് പൂർണ്ണമായും ക്ലിയറൻസ് കിട്ടുന്നത് എപ്പോഴാണ്? 2025 ഏപ്രിൽ മാസം 14 തീയതി പണി തുടങ്ങിയെങ്കിലും മെയ് മാസത്തിലാണ് സുപ്രീം കോടതിയുടെ ക്ലിയറൻസ് കിട്ടുന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസങ്ങൾ കേരളം കണ്ട വലിയ മഴയാണ്. വയനാട് കണ്ട ഏറ്റവും വലിയ മഴയാണ്. അവിടെ ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും നിരപ്പാക്കി അവിടെ ഓരോ കൺസ്ട്രക്ഷനും കഴിയുന്ന തരത്തിൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത തരം പ്രതികൂലമായ കാലാവസ്ഥയാണ്. അവിടെയാണ് പിയാസുൽ പറഞ്ഞതുപോലെ, ഊരാളുങ്കൽ പറഞ്ഞതുപോലെ ഡിസംബർ 20 തീയതിയാണ് യഥാർത്ഥത്തിൽ വീട് പണി ആരംഭിക്കാൻ കഴിയുന്നത്. അത്ര പ്രതികൂലമായ സാഹചര്യങ്ങളിലും പിന്നീട് നിർമ്മാണം നടത്തേണ്ടതാരാ? ഊരാളുങ്കലാണ്. ഊരാളുങ്കൽ എന്താ പറഞ്ഞത്? ഉറപ്പ് കൊടുത്തത് ഞങ്ങളൊരു 3-4 മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കി തരാം, അടുത്ത മഴയ്ക്ക് മുമ്പ് ഇത് പൂർത്തിയാക്കി തരാം എന്നാണ്. അതാണ് മുഖ്യമന്ത്രി ആദ്യം പറയുന്ന ഉറപ്പ്. അത് അടുത്ത മഴയ്ക്ക് മുമ്പ്. മുഖ്യമന്ത്രി എഞ്ചിനീയർ അല്ലല്ലോ. ഊരാളുങ്കൽ പോലൊരു ഏജൻസി ഏൽപ്പിച്ചതിന് ശേഷം ആ ഏജൻസി പറയുന്നു ഇത് അടുത്ത മഴയ്ക്ക് മുമ്പ് ഞങ്ങൾ കൊടുക്കാമെന്ന് പറയുന്നു. അതാണ് മുഖ്യമന്ത്രി പറയുന്ന ആദ്യത്തെ ഉറപ്പ് എന്ന് പറയുന്നത്. ഇത് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ ഇത് ഇത്ര വേഗം സാധ്യമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ എല്ലാ പ്രോസസ്സും നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഫലം ഗുണഭോക്താക്കൾ കിട്ടിയില്ലെങ്കിൽ എന്ത് പ്രയോജനം എന്ന ചോദ്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച പാളിച്ച. വേണ്ടത്ര തൊഴിലാളികളെ അവിടെ ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ടോ? 2500 തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിനുശേഷം അവർ പലരും ബംഗാളിലേക്കൊക്കെ പോയി എന്നൊക്കെ ഊരാളുങ്കൽ പറയുമ്പോഴും ഈ പറയുന്ന മാർച്ച് മാസം 1 തീയതി നടന്ന ആ ഉദ്ഘാടനവും താക്കോൽ കൈമാറ്റത്തിലും അന്ന് ദുരന്തബാധിതർ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് പട്ടയം തരണം, ഞങ്ങൾക്ക് റേഷൻ കാർഡ് തരണം, ഞങ്ങൾക്ക് കയറിക്കിടക്കാനുള്ള ഒരു വീട് കിട്ടുമെന്നുള്ള ഉറപ്പ് കിട്ടണം. അതിൻ്റെ ഭാഗമായി താക്കോൽ കൊടുക്കുന്നു. അവരവരുടെ യൂണിറ്റ് കണ്ട് ഇഷ്ടപ്പെടുന്നു. പക്ഷേ അടിസ്ഥാനമായിട്ട് 2-3 ചില ഘടകങ്ങൾ ബാക്കിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ്. ഇനിയാണ് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന എങ്ങനെയാണ് നടക്കുന്നത്? നമുക്കൊക്കെ സാമാന്യ ബോധമുണ്ടല്ലോ. ഒരു വീട് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി സർക്കാരിലേക്ക് കൈമാറുമ്പോൾ നിലവിലുള്ള പ്രോജക്റ്റിൻ്റെ ഡിസൈൻ അനുസരിച്ച് നിർമ്മാണം നടത്തുന്നത് ഊരാളുങ്കൽ. ആ ഊരാളുങ്കലിൻ്റെ നിർമ്മാണ ചുമതലയിലാണ് ഇപ്പോഴും ഈ കെട്ടിടങ്ങളെല്ലാം ഉള്ളത്. കൈമാറിയ കെട്ടിടങ്ങളടക്കം. കാര്യം സർക്കാരിലേക്ക് അത് ഏറ്റെടുത്തിട്ടില്ല. ഊരാളുങ്കലിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കിയാൽ കിഫ്കോൺ എന്ന് പറയുന്ന സാങ്കേതികമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്ന ഏജൻസി ഇത് പരിശോധിക്കണം. ഊരാളുങ്കലും കിഫ്കോണും ചേർന്നൊരു പരിശോധന നടത്തും. അത് പരിശോധന നടത്തിയതിനു ശേഷം മൂന്നാമത്തെ ഒരു പരിശോധന ഊരാളുങ്കലും കിഫ്കോണും സർക്കാരിൽ ഏറ്റെടുത്തതിന് ശേഷം ആ ഉടമസ്ഥനും നടത്തണം. അതിനുശേഷമാണ് ഈ വീട് പൂർണ്ണമായും സാങ്കേതികമായ അർത്ഥത്തിൽ അയാളുടെ കൈവശമാവുകയുള്ളൂ. ബാക്കിയുള്ളത് ഒരു പ്രതീകാത്മകമായ കൈമാറൽ മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ അന്ന് താക്കോൽ വാങ്ങിപ്പോയ ഒരാൾ അന്ന് എനിക്ക് വീട്ടിൽ കിടക്കാൻ പറ്റില്ല എന്നൊരു പരാതിയും പറഞ്ഞിട്ടില്ല. കാര്യം അവരോട് കാര്യങ്ങൾ വ്യക്തമായും ബോധ്യമാക്കിയിരുന്നു. ഈ പണി തീരാൻ ഇനിയും കുറച്ച് സമയമെടുക്കും, അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഫർണിച്ചർ വാങ്ങാനുള്ള 1 ലക്ഷം രൂപ കൂടി ഞങ്ങൾ നൽകും എന്നത് വ്യക്തമായി സൂചിപ്പിച്ചിരുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടാവുന്നത്. ആ വിവാദത്തിന്റെ ഭാഗമായി മിനിസ്റ്റർ രാജൻ ചെയ്തത് ശരിയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ടെന്നേ. കാരണം വലിയ രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിടുകയാണ്. ആ 2 പെൻസിൽ മാർക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാധ്യമ ക്യാമ്പയിൻ. എന്താണ്? ആ പെൻസിലുകളാണ് വിള്ളലുകൾ എന്ന മട്ടിലാണ് പ്രചരണം. നമ്മൾ നോക്കിയാൽ ശരിക്കും ഞെട്ടിപ്പോവും. എൻ്റെ അടുത്ത് ഇന്ന് ഒരു പ്രേക്ഷകൻ വിളിച്ച് പറയുകയാണ്, യഥാർത്ഥത്തിൽ ആ വര കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതാണ് മേൽക്കൂരയിലെ ക്രാക്ക് എന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിൽ ആ വരയാണോ മേൽക്കൂരയിലെ ക്രാക്ക്? സൂക്ഷിച്ചു നോക്കിയാൽ ആ 2 പെൻസിലുകൾക്കിടയിൽ വെള്ളം കിനിഞ്ഞിറങ്ങിയ ഒരു ചെറിയ ഭാഗം കാണാം. അതാണ് യഥാർത്ഥത്തിൽ ലീക്കേജ് എന്ന് പറയുന്നത്. ആ ലീക്കേജ് എന്നുള്ളത് വളരെ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ സാധാരണ കോടികൾ മുടക്കി വീട് വയ്ക്കുന്ന ഘട്ടത്തിലും അത് പല സമയങ്ങളിലും സംഭവിക്കാം. ഒന്നുകിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ താപനിലയിലുള്ള വ്യത്യാസം അനുസരിച്ച് സംഭവിക്കാം, അതല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞ് സംഭവിക്കാം. സാധാരണ നിലയിൽ ഒരു വീട് വയ്ക്കുമ്പോൾ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടും അതല്ലാതെയും ആ ഗ്രൗട്ടിലെ അനുവാദം കൊണ്ടും ഇങ്ങനെ വ്യത്യാസം ഉണ്ടായാൽ എന്താ സംഭവിക്കുക? സാധാരണ നടത്തുന്നത് വാട്ടർ പ്രൂഫിംഗ് നടത്തും, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്ലാസ്റ്ററിംഗ് നടത്തും, അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് കനത്തിൽ ഒരു കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതവിടെ അടയ്ക്കാൻ ശ്രമിക്കും. എന്നിട്ടും നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. വീടുകൾക്ക് മുകളിൽ വലിയ രീതിയിലുള്ള ടിൻ ഷീറ്റ് ഇട്ട് അത് മറികടക്കലാണ് പതിവ്. പക്ഷേ ഇവിടെ ഊരാളുങ്കൽ കമ്പനി എന്താ തീരുമാനിച്ചത്? അങ്ങനെ ചെയ്താൽ പോരാ. എന്താ കാരണം? ഡിഫക്റ്റ് ലയബിലിറ്റി ഉണ്ട്. ഡിഫക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 5 വർഷം ഈ വീടിന് സംഭവിക്കുന്ന ഏത് ഡിഫക്റ്റിനും ഉത്തരവാദി ഊരാളുങ്കലായിരിക്കും. ആ ഊരാളുങ്കൽ ആ ഉത്തരവാദിത്വത്തിൽ മാറാൻ കഴിയില്ല. കമ്പനിക്ക് അത് അങ്ങനെ ഒരു ഡിഫക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. കമ്പനി എന്താ അവിടെ ചെയ്തത്? ഏറ്റവും മാതൃകാപരമായ കാര്യമാണെന്നാണ് ഞാനും സാങ്കേതിക വിദഗ്ധരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അവിടെ പോണ്ടിങ് ടെസ്റ്റ് നടത്തി. യഥാർത്ഥത്തിൽ ആ പോണ്ടിങ് ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമുണ്ടോ? നിലവിൽ കരാർ പ്രകാരം അങ്ങനെ ഇല്ല. പോണ്ടിങ് ടെസ്റ്റ് നടത്തുന്ന എന്തിനാ? എങ്ങനെയാ പോണ്ടിങ് ടെസ്റ്റ് നടത്തുക? ഈ ചോർച്ചയുണ്ട് എന്ന് കരുതുന്ന പ്രദേശത്ത് ഗ്രൗട്ട് ഇട്ട് ഇഞ്ചക്ട് ചെയ്ത് അവിടെ പൂർണ്ണമായും പൂർത്തിയാക്കിയതിനു ശേഷം അതിൻ്റെ പുറത്ത്
ചെറിയ വോള് വെച്ച് ഒരു ചെറിയ കുളം പോലെ ഉണ്ടാക്കി അവിടെ വെള്ളം 24 മുതൽ 36 മണിക്കൂർ വരെ കെട്ടി നിർത്തിയതിനു ശേഷം അവിടെ വെള്ളം കിരിഞ്ഞിറങ്ങുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടി രേഖപ്പെടുത്തിയ 2 പെൻസിലിൻ്റെ അടയാളം. ആ പെൻസിലിൻ്റെ അടയാളത്തെ വലിയ രീതിയിൽ ക്രാക്ക് ഉണ്ടെന്ന മട്ടിൽ പ്രചരിപ്പിച്ചത് ദുരന്തബാധിതരുള്ള സ്നേഹം കൊണ്ടല്ല. ഈ പദ്ധതി എങ്ങനെയെങ്കിലും വിവാദത്തിൽപ്പെട്ട് തകർന്നു പോകണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ്. അത് പൊളിച്ചു കാണിക്കാൻ മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതാണ് മന്ത്രി അവിടെ കാണിച്ചത്. അതുകൊണ്ടാണ് മന്ത്രിക്ക് മുകളിൽ കയറി വരച്ചു കാണിക്കേണ്ടി വന്നത്. നിങ്ങൾ പറഞ്ഞ വിള്ളൽ യഥാർത്ഥത്തിൽ പെൻസിൽ കൊണ്ട് വരച്ച വരയായിരുന്നു. അതിനിടയിലുള്ള ഭാഗമാണ്. അത് ഗ്രൗട്ട് ഇട്ടിപ്പോൾ പൂർത്തിയാക്കി പ്ലാസ്റ്റർ ചെയ്തു. ഇനി ആ ഭാഗത്ത് വീണ്ടും പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം 2ഓ 3ഓ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം ഇനി അവിടെ വെള്ളം കിരിയുന്നുണ്ടോ എന്ന് നോക്കും. ഇനി ഒരു മഴക്കാലം കൂടി വരുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് അറിയൂ. കാരണം നമ്മളൊരു വീട് വെച്ചാൽ ഒരുപക്ഷെ ഒരു മഴക്കാലത്ത് വീട് വെച്ച് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു വേനൽക്കാലത്ത് വീട് വെച്ച് തുടങ്ങിയാൽ മഴക്കാലവും മഞ്ഞുകാലം ആകുമ്പോഴൊക്കെയാണ് 4ഓ 5ഓ മാസം കൊണ്ടാണ് വീട് പൂർത്തിയാവുക. വ്യത്യസ്ത ഋതുക്കളിലൂടെ പോകും. നോക്കൂ, ഡിസംബർ 20-ാം തീയതി തുടങ്ങി മാർച്ച് മാസം 2-ാം തീയതി താക്കോൽ കൈമാറിയ വീടിൻ്റെ പ്രോജക്റ്റിൻ്റെ കാലമാണ്. എത്ര ഋതുക്കളെ അതിജീവിച്ചു, എത്ര വേനൽ അതിജീവിച്ചു, എത്ര മഴ അതിജീവിച്ചു, എത്ര മഞ്ഞ് അതിജീവിച്ചു. അപ്പോൾ ഇതെല്ലാം കൃത്രിമമായി നിർമ്മിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിലെ സാങ്കേതികമായ പ്രശ്നം. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ലഭ്യമായ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയിൽ നിങ്ങൾ ഇവിടുത്തെ ഡ്രൈനേജ് കണ്ടിട്ടുണ്ടോ? ഏറ്റവും മികച്ച ഡ്രൈനേജ് സംവിധാനം അവിടെ ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഒരുക്കിയിരിക്കുന്ന ലാൻഡിൻ്റെ പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏറ്റവും മാതൃകാപരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അത് നിശ്ചയമായും തൊഴിലാളികൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് കാലതാമസം എടുക്കും. അത് വേഗത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഊരാളുങ്കൽ കമ്പനിയാണ് സർക്കാരിന് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഈ വരുന്ന 2ഓ 3ഓ ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന്. അപ്പോൾ വസ്തുത ഇതായിരിക്കെ വലിയ രീതിയിലുള്ള പ്രചരണമാണ് അഴിച്ചുവിടുന്നത്. ആ പ്രചരണം അഴിച്ചുവിടുന്നവരുടെ കാര്യമാണ് ഇതിലും വലിയ കഷ്ടമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഇന്ന് അവിടെ വന്ന് ആ ലീക്കിനെ കുറിച്ചൊക്കെ പറയുന്നത് കാണുമ്പോഴേ ഒരു കാര്യം ശരിയാ, യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സുകാരും വെച്ച് കൊടുത്ത വീട്ടിൽ നിങ്ങൾക്കൊരിക്കലും വിള്ളൽ കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും അവിടെ ക്രാക്ക് കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും ഈ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ ഈ രീതിയിലുള്ള പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയതിൽ അവശിഷ്ടവും കാണാൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും കോൺഗ്രസ്സുകാർ വെച്ച് കൊടുത്ത വീട്ടിൽ 2 വരയിട്ട പെൻസിൽ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ അവിടെ വീട് വേണം. പക്ഷേ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്ലാൻ അനുസരിച്ച് അവിടെ വീടില്ലാത്തത് കൊണ്ട് വീട്ടിലെ വിള്ളലും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് വീട് വയ്ക്കാൻ കഴിയാത്ത മനുഷ്യരാണ്, ഭൂമി ഏറ്റെടുത്ത് ഒരു കല്ലിന് മേൽ ഒരു കല്ലെടുത്ത് വയ്ക്കാൻ പറ്റാത്ത മനുഷ്യരാണ് ഇവിടെ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തി കൃത്യമായ പരിശോധനാ ഫലത്തിലൂടെ കിഫ്കോണിൻ്റെ പരിശോധനയിലൂടെ ഒടുവിൽ 5 വർഷത്തെ ഡിഫക്റ്റ് ലയബിലിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ ടൗൺഷിപ്പ് പദ്ധതി കൈമാറാൻ വേണ്ടി വരുമ്പോൾ അതിന് മുന്നിൽ നിന്നുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അല്പമെങ്കിലും ഉളുപ്പ് വേണമെന്ന് നമുക്ക് പറയാനുള്ളൂ. ഇത് ഞാൻ പറയുന്നത് അവിടെ വന്ന് വിമർശനം ഉന്നയിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടാണ്. കാരണം നിങ്ങളുടെ ഉറപ്പ് എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന ആ കാര്യങ്ങളുണ്ടല്ലോ, അതിനിടയിൽ ഒരു ദുരന്ത ബാധിതൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കാൻ കഴിയാത്തൊരു പ്രയോഗം കൂടി ഉണ്ടായി. വളരെ നിർഭാഗ്യകരമായ കാര്യമായിരുന്നു. കിളിപോയ മന്ത്രി എന്നൊരു തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടായി. യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിൻ്റെ വേദനയിൽ നിന്ന് പറഞ്ഞതാകാം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹവും അത് മനസ്സിലാക്കിയിരുന്നു. എഞ്ചിനീയർകാരോട് അദ്ദേഹത്തിനത് വിശദീകരിക്കാമായിരുന്നു. ഊരാളുങ്കൽക്കാർക്ക് അദ്ദേഹത്തോട് പറയാമായിരുന്നു, ശരിയാണെന്നേ ഈ സർക്കാരിന് കിളി പോയിട്ടുണ്ട്. എന്താ കാരണം? ഇതേപോലെ അർദ്ധരാത്രിയിൽ 11:30 കൊണ്ട് ഡിപ്പോസിറ്റ് കൊടുത്ത് ട്രഷറി കൊടുത്ത് കേസ് ഇച്ഛാശക്തിയോടുകൂടി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി 60 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുത്ത് ഇതിൽ നിശ്ചയദാർഢ്യത്തോടു കൂടി ഇങ്ങനെയൊരു ടൗൺഷിപ്പ് വിഭാവനം ചെയ്തത് കിളി പോയതുകൊണ്ടാണ്. ആ കിളി പോയതുകൊണ്ടാണ് ആ മനുഷ്യർ ഇത്രയും കാലം പലതവണ മല കയറി ഇറങ്ങിയതും ഇതേപോലെ ദുരന്തബാധിതരായ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിന്നതുമെല്ലാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോളൂ. കൂലിപ്പണിക്കാരൻ എന്ന് കിട്ടിയ അദ്ദേഹത്തിൻ്റെ വിശേഷണം, അദ്ദേഹത്തിന് ലഭിച്ച പട്ടമായിട്ട് തന്നെയാണ് ഞാനും കണക്കാക്കുന്നത്. അതിൽ തെല്ലും നിരാശപ്പെടാൻ കെ രാജന് വകയില്ല എന്നുള്ളതാണ്. എത്രയും വേഗം അത് പൂർത്തിയാക്കുക, ദുരന്തബാധിതരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുക, അതുവരെ അവർക്ക് കഴിയാനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുക എന്നുള്ളതാണ് ഇനി സർക്കാരിന് ചെയ്യാൻ കഴിയുക. ദിനപത്ര ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി വിവാദങ്ങൾ കൊണ്ട് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേരളത്തിൻ്റെ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ 200 കോടി കൊടുക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ മനസ്സിനെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. അവരെ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കരുതെന്ന് മാത്രമേ എനിക്ക് പ്രേക്ഷകരോടും പറയാനുള്ളൂ. ചോദ്യം അരുൺ സാറേ, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇന്നലെ വയനാട്ടിലുണ്ടായിരുന്നു. ഞാൻ ഈ ടൗൺഷിപ്പിൽ പോയിരുന്നു. എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്കെങ്കിലും മനസ്സിലായിക്കോട്ടെ എന്നെനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ നേരിട്ട് പോയി എന്താണ് കണ്ടത് ആ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട്. ഞാൻ പറയുന്നത് എന്താ പറയുക, ഇപ്പോൾ ഈ വയനാട് ആ ടൗൺഷിപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാരാണ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലായാൽ അത് ആ രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ പറയുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് സത്യം പറഞ്ഞാൽ. ഏപ്രിൽ 12-ാം തീയതി ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം ആ പണി തുടങ്ങിയെന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഡിസംബർ മാസത്തിലേക്കാണ് അവർ എന്താണ് സ്ട്രക്ചറൽ വർക്കിലേക്ക് തുടങ്ങിയത്. എന്താണ് സംഭവിച്ചത്? 160 ഏക്കർ സ്ഥലമാണ്, 64.47 ഹെക്ടർ സ്ഥലമാണ്.
എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏകദേശം 65 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. ഈ 65 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യേണ്ടത്. 1-2 അല്ല, ഒരു മലയടിവാരമാണ്. ഈ മലയടിവാരം കൽപ്പറ്റ ടൗണിനോട് ചേർന്നുള്ള സ്ഥലമാണ്. ഈ 65 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒരു കമ്പനി റോഡ് വെട്ടി പ്ലാൻ തിരിച്ച് അതിൻ്റെ ലേഔട്ട് തിരിച്ച് അവിടെ കൺസ്ട്രക്ഷൻ നടത്തുക എന്നുള്ളതാണ്. ഇതിന് രണ്ടായിട്ട് കാണണം എന്നുള്ളതാണ്. വീട് കൊടുത്തതും ഈ കൺസ്ട്രക്ഷനും രണ്ടായിട്ട് കാണണം എന്നുള്ളതാണ്. അപ്പം ഈ കൺസ്ട്രക്ഷനെ കുറിച്ച് മാത്രം ഞാൻ ഒരാളുടെ കമ്പനി പോലെ ഇത്രയും പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഒരു കമ്പനി ഇന്നേ വരെ ഒരു ചീത്തപ്പേരും കേൾക്കാത്ത ഒരു കമ്പനി, ഒരു കൺസ്ട്രക്ഷൻ്റെ പേരിൽ ഒരു ചീത്തപ്പേര് പോലും കമ്പനി വെറുതെ സമൂഹ മധ്യത്തിൽ 2 ക്രാക്കിൻ്റെ പേരിൽ അധിക്ഷേപം നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാനത് കാണുന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ സ്ഥലത്ത് പോയി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണ്, അവിടെ അവർ മെയിനായിട്ട് ചെയ്തത് അവരെ സിവിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. എത്ര എണ്ണം? 178 വീട്. ഫസ്റ്റ് ഫേസ് 5 ഫേസാണല്ലോ, 5 ഫേസ്. 4 ഫേസിലുള്ള മുഴുവൻ സിവിൽ വർക്കുകളും കംപ്ലീറ്റ് ആയി. ബാക്കി 5ാമത്തെ ഫേസിലാണ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സിവിൽ വർക്ക് മാത്രമാണ്. എന്താണ് ചെയ്യുന്നത് ഇവർ? ആഗ്രഹത്തിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസമാണ് ഇവർക്ക് കിട്ടിയത്. എപ്പോൾ തുടങ്ങിയിട്ട്? ഈ പറഞ്ഞ സ്ട്രെച്ചർ തുടങ്ങിയിട്ടാണ്. അടിയിൽ കോളം വാർത്ത് കയറി അതിന് മേലെ കോൺക്രീറ്റ് ഇട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള. അതിന് ചുറ്റും കട്ട കെട്ടി ജനൽ വാതിൽ ഫിറ്റ് ചെയ്ത് ഫ്ലോറിങ് ഇട്ട് ബാത്റൂം പണിത് എല്ലാം ചെയ്തിട്ട് കിട്ടാനുള്ള സമയം ഈ 4 മാസം എന്ന് പറയുന്നത്. 1-2 വീടല്ലേ, എത്രയാണ്? 450 വീടാണ് ഒരേ സമയത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. 178 ഇപ്പോൾ കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 410 വീടിനുള്ള കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. 2500 ലേബേഴ്സിനെയായിരുന്നു അവർ തുടക്കത്തിൽ അവിടെ ഡിപ്ലോയ് ചെയ്തത്. 2500 ലേബേഴ്സ്. മലയാളിയല്ല കേട്ടോ, ഒരു മലയാളിയല്ല അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, മുഴുവൻ അന്യസംസ്ഥാനക്കാരാണ്. അവർക്ക് ആ ആൾക്കാരെ എന്ത് സംഭവിച്ചു? ഘട്ടഘട്ടമായി അവർ പുറത്തേക്ക് പോവുകയാണ്. ഏത് കൺസ്ട്രക്ഷൻ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കിട്ടാവുന്ന സബ് കോൺട്രാക്ടേഴ്സിനെയും കൂടെ കൂട്ടി. ഇത് തീരണമല്ലോ, കാരണം അവരെ 2500 പോരാഞ്ഞിട്ട് വയനാട്ടിലും കോഴിക്കോടുമുള്ള സബ് കോൺട്രാക്ടേഴ്സിനെയും കൂട്ടിയിട്ടാണ് ഈ വർക്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു 1500 സ്റ്റാഫായി കുറഞ്ഞു. എന്തുകൊണ്ടാണ്? 2 കാര്യങ്ങളാണ്. ഒന്ന് SAR, രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ ബംഗാൾ ഇലക്ഷൻ. കാരണം കൂടുതൽ തൊഴിലാളിയും ബംഗാളികളാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഇലക്ഷനാണ്. അവർ തിരിച്ചു പോയി. ഈ ഊരകളുകൾ കമ്പനി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് തൊഴിലാളികൾക്ക് വരാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കാം എന്നിട്ട് പറഞ്ഞിട്ട് പോലും ഈ ഇലക്ഷൻ കഴിയാതെ അവർ കയറി വരുന്നില്ല. അതൊരു ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ വയനാടിൻ്റെ പ്രശ്നം എന്താ? റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കല്ലും മണലും സിമെൻറ്റ്, പിന്നെ എന്താണ് ഈ പറഞ്ഞ ഒരു പാറ ഐറ്റംസ്, അതാണല്ലോ നമ്മൾ ഈ പണിയാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറയുന്നത്. എംസാൻഡ് ഒക്കെയാണല്ലോ. ഇതെല്ലാം വയനാട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനമല്ല. ഇത് എവിടെ നിന്ന് കൊണ്ടുവരണം? മുക്കത്തുനിന്ന് കൊണ്ടുവരണം. മുക്കത്താണ് ഊരാളുകളുടെ ക്രഷറുണ്ട്, അല്ലെങ്കിൽ അടിവാര കോഴിക്കോട് ജില്ലയിലാണ് ക്രഷർ. ഈ സാധനം മുഴുവൻ വരേണ്ട സ്ഥലം എന്ന് പറയുന്നത് താഴെ നിന്നാണ്. ഈ താഴെ നിന്ന് ഈ സാധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എന്താണ് സംവിധാനം? ഈ പറഞ്ഞ നമുക്കൊരു 500 ലോറി ഇടാൻ കഴിയത്തില്ലല്ലോ. പറ്റുമോ? പറ്റത്തില്ല. ഈ 160 ഏക്കർ സ്ഥലം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ 160 ഏക്കർ സ്ഥലവും ഈ പറഞ്ഞ 7 സെൻറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലോ മുറിച്ച് കൊടുക്കുന്നത്. ഇത് മുഴുവൻ കല്ല് കെട്ടണം, ഇതിന് മുഴുവൻ ഡ്രൈനേജ് പണിയണം, ഇത് മുഴുവൻ ടാർ ചെയ്യണം, ഇതിന് മുഴുവൻ ഇൻറ്റേർണൽ റോഡുകൾ പണിയണം. ഇത് മാത്രമാണോ? ഈ നുണ പറഞ്ഞ് പരത്തുക എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 299 കോടി രൂപ എന്ന് പറഞ്ഞാൽ വീടുകൾക്ക് മാത്രമാണെന്നല്ല. അത് ഈ വീടുകൾക്ക് മാത്രം 299 കോടി രൂപ കൊടുക്കുകയാണ് എന്ന് പറയുകയാണ്. 110 കോടി രൂപയാണ് വീടിന് കൊടുക്കുന്നത്, വീടിന് മാത്രം. ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്? ഒന്ന് റെസിഡൻഷ്യൽ 410, ഹെൽത്ത് ക്ലബ്ബ്, മാർക്കറ്റ്, ഫുട്ബോൾ ഗ്രൗണ്ട്, മെമ്മോറിയൽ ഹാള്, അങ്കനവാടി, പബ്ലിക് ടോയ്ലറ്റ്, ഓപ്പൺ തിയേറ്റർ, കമ്മ്യൂണിറ്റി സിറ്റി സെൻറ്റർ, വാട്ടർ, പിന്നെ അവിടെ റിസർവോയർ 3 റിസർവോയർ. കാരണം അവിടെ വെള്ളം മലയോര മേഖലയാണ്. കാരണം മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പോണ്ട്. അവിടെ 2 റിവറുണ്ട്, അതിന് 2 പാലം. ഇതൊക്കെ 160 ഏക്കറിലാണ് ഈ പണിതുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് പിന്നെന്താണ്? ഡ്രെയിനേജ് തുടങ്ങിയിട്ട് 10 പിന്നെ STP പ്ലാന്റാണ്, 10 എണ്ണം. ഈ പറയുന്ന മുഴുവൻ ഈ സ്ലീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 10 എണ്ണമാണ്. ഇലക്ട്രിസിറ്റീൻ്റെ സബ്സ്റ്റേഷൻ 4 എണ്ണം, 10 ലക്ഷം ലിറ്റർ വാട്ടർ ടാങ്ക് മേലെ, 10 ലക്ഷം ലിറ്റർ, ഈ മുഴുവൻ സംവിധാനത്തിൽ 10 ലക്ഷം ലിറ്റർ വാട്ടർ ടാങ്ക്. കാരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, എൻ്റെ വീടിരിക്കുന്ന സ്ഥലമാണ് കാരാപ്പുഴ, അവിടുന്ന് ഇവിടേക്ക് വാട്ടർ അടിച്ച് കയറ്റണം. ഈ പറയുന്നത് അത് വെള്ളം അവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്തമേ ആർക്കുള്ളൂ? ഈ പറയുന്ന വാട്ടർ അതോറിറ്റിക്കുള്ളൂ. അവിടുന്ന് ഈ സാധനം മുഴുവൻ 2.5 കിലോമീറ്റർ ദൂരത്താണ് ടാങ്ക് ഇരിക്കുന്നത്. മലേൻ്റെ മേലെ ടാങ്ക് ഇരിക്കണം. ഈ 410 വീട്ടിലേക്ക് വെള്ളം എത്തണ്ടേ? മലേൻ്റെ മേലെ ഇരിക്കുന്നത്. ആ 2.5 കിലോമീറ്റർ മുഴുവൻ പൈപ്പ് ലൈൻ വലിക്കണം. ഈ പറഞ്ഞ ഹൈ ടെൻഷൻ പിന്നെ ഇലക്ട്രിസിറ്റി ഇതിലേക്ക് മുഴുവൻ വലിക്കണം. ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് ഈ 160 ഏക്കർ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഞാൻ ഈ പറഞ്ഞ സാധനം എല്ലാം കൂടി എത്ര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നറിയോ? പക്ഷേ 13 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നിങ്ങളൊന്ന് 13 ലക്ഷം ഇൻറ്റു 299 കോടി രൂപ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, എത്ര രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് കിട്ടുന്നത്?
വെറുതെ അങ്ങ് പറഞ്ഞേക്കാണ്. ഊരാളുകൾ അടിച്ചുകൊണ്ട് പോവാണ്, പറ്റിച്ചുകൊണ്ട് പോവാണ്. ഒരു മര്യാദ വേണ്ടേ? ഞാൻ ഊരാളുങ്ങളുടെ എല്ലാവരും അതിൻ്റെ MD തുടങ്ങി താഴേക്കുള്ള അവരുടെ CEO വരെ ഞാൻ സംസാരിച്ചു. എന്താ ഇത്? അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ലോസാണ്. എന്തുകൊണ്ട് ലോസ് എന്ന് പറഞ്ഞാൽ ഈ പണി വെച്ചിട്ട് നടക്കത്തില്ല. ഈ തൊഴിലാളി 750 രൂപ ഒരു ബംഗാളിൻ്റെ കൂലിയാണെന്ന്. ഒരു 750 രൂപ 800 രൂപ ഒരു ബംഗാളിനെ കൂട്ടി 2500 വെച്ചിട്ട് നിങ്ങൾ ഒരു വർഷം കൂട്ടി 365 × 2000 × 750 രൂപ നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ, എത്ര രൂപ വരും നിങ്ങൾക്കറിയാം. നോർമലി ഞാൻ പറയുകയാണ്, 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. എന്നിട്ട് ഞാനിത് ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. 3 പ്രൊജക്റ്റാണ്. 3 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് പോണ്ടിങ് ടെസ്റ്റ്. പോണ്ടിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആ വീടിൻ്റെ ഉടമസ്ഥൻ നൗഫലല്ല കേട്ടോ പോയി കാണിച്ചു കൊടുക്കുന്നത്, വെള്ളം കെട്ടിയത് അല്ല, മഴയിൽ ചോർന്നതല്ല. പോണ്ടിങ് ടെസ്റ്റ് 178 വീടിൻ്റെ മേലെ അടിച്ചു. എന്താ? 178 വീടിൻ്റെ മേലെ കോളം കെട്ടി അതിൻ്റെ അകത്ത് 3 ദിവസം വെള്ളം നിറച്ചിട്ടു. വെള്ളം നിറച്ചിട്ടത് എന്തിനാണ്? അത് 178 വീടിന് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആര് ചെയ്തതാ? ഊരാളുകൾ ചെയ്തതാണ്. അതിനകത്ത് 3 വീടിന്, 2 വീടാണെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞുള്ളൂ, അവിടെ 3 വീടിനുണ്ട്. 3 വീടിന് അവർക്കൊരു ചെറിയ കിനിവ് കണ്ടു. ചെറിയ കിനിവ്. ഈ കിനിവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ക്രാക്കാണ്. ക്രാക്ക് എന്ന് പറഞ്ഞാൽ ക്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിള്ളലാണ്. വിള്ളലല്ല, ഇത് ഗ്രൗട്ട് സ്ട്രിങ്സ് എന്ന് പറയും. ഗ്രൗട്ട്, നമ്മളിങ്ങനെ ഗ്രൗട്ട് അടിച്ച് മേലെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മേലെ മെഷീൻ വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു വടി വെച്ച് ഇങ്ങനെ വടിക്കും. ഒരു വടി വെച്ചുണ്ടോ, ഒരു മുഴക്കോൽ എന്ന് പറയും, ആ സാധനം വെച്ചിങ്ങനെ വടിക്കും. അതിന് മേലെ ഗ്രൗട്ടാണ് ഉണ്ടാവുക. അതിന് മേലെ ഇങ്ങനെ ഒരു എന്താണ് 8 കാലി പോലെ പൊട്ടിയ പോലെ ഇങ്ങനെ പൊട്ടലുണ്ടാവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒരു കോൺക്രീറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ 10 ദിവസം വെള്ളം കെട്ടിയിട്ടോ അല്ലെങ്കിൽ 12 ദിവസം വെള്ളം കെട്ടിയിട്ടോ അതിന് മേലെ കോൺക്രീറ്റ് ഉറയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ വീടുകളിലെല്ലാം 12 ദിവസം വെള്ളം കെട്ടിയിട്ടുണ്ട്. അതിന് ശേഷം വെള്ളം പൊളിച്ച് കളയും. വെള്ളം പൊളിച്ച് കളയുമ്പോൾ എന്താ പ്രശ്നം? ഇപ്രാവശ്യത്തെ ചൂട് എത്രയാണെന്ന് പറയും നിങ്ങൾക്ക്? അവിടെ 33 ഡിഗ്രി 34 ഡിഗ്രി ചൂടാ. അതിനകത്ത് പൊട്ടുന്നതാണ്. ആ പൊട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അവർ എന്ത് ഈ പോണ്ട് ടെസ്റ്റ് നടത്തിയത്. അത് നിങ്ങളാരും അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ ഏഷ്യനെറ്റ് കൊണ്ട് പഠിപ്പിച്ചതല്ല കേട്ടോ, പോണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് അല്ല. അപ്പോൾ അതിന് മേലെ വെള്ളം കെട്ടിയിരുന്നു. വെള്ളം കെട്ടിയിട്ട് ഈ പറയുന്ന 178 വീട്ടിൽ ഈ പറയുന്ന കിനിവ് കണ്ടെത്തിയതിന് ശേഷം എന്താ ചെയ്യുന്നത്? അവർ കിനിവ് ഇട്ടാൽ 2 ട്രീറ്റ്മെൻറ്റാണ്. ഈ 2 ട്രീറ്റ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ട്രീറ്റ്മെൻറ്റ് 178 വീട് അവർ ചെയ്യേണ്ടതാണ്. ഈ പറയുന്ന എഗ്രിമെൻറ്റിലുള്ളതാണ്. എന്താണ്? ഒന്ന്, അതിന് മേലെ വാട്ടർ പ്രൂഫിങ് ചെയ്യുക. അതിന് മേലെ എന്താണ് നമ്മുടെ ഒരു സാധനം ചെയ്യും. ആ ലീക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പറഞ്ഞുതരാം. അപ്പോക്സി ചെയ്യും. ലീക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ അപ്പോക്സി എന്ന് പറയുന്നത് വലിയ എന്നാൽ ഞാൻ ഈ പറഞ്ഞ ക്രാക്ക് ഉണ്ടല്ലോ, ക്രാക്ക് വലുതാണെങ്കിൽ അവർ 3-4 സ്ക്രൂ ഇങ്ങനെ അടിയിൽ നിന്ന് മേലേക്ക് ചെയ്തിട്ട് അതിനുള്ള ഇഞ്ചക്ട് ചെയ്തിട്ട് അതിന് മേലെ ഈ വാട്ടർ പ്രൂഫിന് മേലെ ക്രീഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറാണ്. ആ ക്രീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബേബി മെറ്റലും കൂടി ഇട്ടിട്ട് അതിന് മേലെ 2 തുടങ്ങി 7 ഇഞ്ച് വരെ സ്ലോപ്പാണല്ലോ. തുടക്കത്തിൽ 2 ഇഞ്ചിൽ 7 ഇഞ്ച് തുടങ്ങിയിട്ട് 2 ഇഞ്ചിലേക്ക് സ്ലോപ്പ് ആക്കിയിട്ട് ക്രീഡ് എന്ന് പറഞ്ഞിട്ടൊരു കോൺക്രീറ്റ് ചെയ്യും. അത് ഈ 178 വീട്ടിലും ചെയ്യുന്നത്. അതിന് മേലെയാണ് വലിയ ബോംബും കൊണ്ട് വെച്ചിട്ട് അവിടെ വലിയ ബോംബും കൊണ്ടിട്ട് അതിന് മേലെ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്നത്. അത് താഴേക്കത്തെ പെയിൻറ്റിങ്ങിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞില്ലേ? കാരണം മാധ്യമ പ്രവർത്തനങ്ങളിൽ ബോധം വേണ്ടേ? ഞാൻ പറയുന്നു, ഈ മുറി വൈദ്യന് ആളെ കൊല്ലും എന്ന് പറഞ്ഞ അവസ്ഥ കേട്ടിട്ടുണ്ടോ? മുറി വൈദ്യന് ആളെ കൊല്ലും. കാരണം ആൾക്കാർക്ക് ധാരണയില്ല, ഇതെന്താ ചെയ്യുന്നതിന് ധാരണയില്ല. എന്നിട്ട് അത് സർക്കാരായാലും മന്ത്രിയായാലും ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകരായാലും ഒക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തകരെ അടക്കം ഞാൻ പറയുന്നത്. ഞാൻ ഇതിനെ 100% കാണാൻ ഉദ്ദേശിക്കുന്നത് ഊരാളുങ്ങളുടെ ഭാഗത്തു നിന്നിട്ടാണ്. അപ്പോൾ ഈ മുറി വൈദ്യന് ആളെ കൊല്ലുമെന്ന് പറഞ്ഞ പോലെ ഈ സാധനത്തിൽ അപ്പോൾ ഇതെന്താണ്? നിങ്ങൾ പെയിൻ്റ് അടിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്തില്ലേ? പെയിൻ്റ് അടിച്ചത് പിന്നെ എന്തിനാണ്? പെയിൻ്റ് അടിക്കുന്നത് പുറത്തല്ലപ്പാ ഇത് ചെയ്യുന്നത്. ഇത് മേലെ ബൂം പൈപ്പ് വെച്ചിട്ട് അതിന് മേലെ ഈ പറയുന്ന മുകൾ വശം മാത്രമാണ് ഈ ക്രീഡ് എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ അവിടെ വർക്ക്? 3 വർക്കാണ് ബാക്കി, 4 വർക്കാണ് ബാക്കിയുള്ളത്. ഞാൻ നേരിട്ടേണ്ട കാര്യം പറയുന്നത് എന്താണ്? ഒന്ന്, കോമ്പൗണ്ട് വാള് കുറേ സ്ഥലത്ത് RR വർക്ക് കെട്ടി കയറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കല്ല് കെട്ടി കയറുകയാണ്. ഒരു എന്താ പറയുക, വീടിന് ചുറ്റും RR കെട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കല്ല് പണിക്കാർ നിന്ന് കല്ല് കെട്ടണം, മനസ്സിലായോ? മിഷൻ പണി ചെയ്യുന്നതല്ല, കല്ല് പണിക്കാർ മുഴുവൻ നിന്ന് കല്ല് കെട്ടി അതിന് മേലെ 4 അടിയുള്ള വാള് കെട്ടുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. രണ്ടാമത്തെ വർക്ക് എന്താ? ഇൻ്റർലോക്ക് ഇടണം. പല വീടുകളുടെ മുന്നിൽ ഇൻ്റർലോക്ക് അടക്കം ഈ വീടിൻ്റെ കൂടെയുള്ളതാണ്. ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഇലക്ട്രിസിറ്റി വയറിങ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു.
വയറിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ ബോർഡ് ഉണ്ടല്ലോ, ഏത് സ്വിച്ച് ബോർഡ് അയച്ചിട്ടിരിക്കുകയാണ്. എല്ലാ സ്വിച്ച് ബോർഡും അയച്ചിട്ടിരിക്കുക. എന്തിനാണ് ഈ സ്വിച്ച് ബോർഡ് അയച്ചിരുന്നത്? ഈ HD കണക്ഷനിൽ വന്ന കറണ്ട് ഇതിനകത്ത് വരുമ്പോൾ എവിടെയെങ്കിലും പ്രശ്നം, നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണല്ലോ ചെയ്യുക. കാരണം എല്ലാം ക്ലീൻ ആയ ശേഷം മാത്രമേ സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്ത് അവസാനിപ്പിക്കുകയുള്ളൂ. അത് അടച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുക. സ്വിച്ച് ബോർഡ് അയച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നതെന്ന് അറിയോ? ഇലക്ട്രിസിറ്റി വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇലക്ട്രിസിറ്റി മുഴുവൻ കഴിഞ്ഞു. ഇനി ആ കറണ്ട് കണക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ ഇത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇലക്ട്രിസിറ്റിയുടെ വർക്കിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ആ സ്വിച്ച് ബോർഡ് അയക്കാണ്ട് വാട്ടറിൻ്റെ പ്രശ്നം വർക്ക് മുഴുവൻ കഴിഞ്ഞു, ടോയ്ലറ്റിന് മുഴുവൻ കഴിഞ്ഞു. പിന്നെ എന്താണ്, എല്ലാം കോമൺ ആണ്. വാട്ടർ എന്ന് പറയുന്നത് 107 ഈ പറയുന്ന 9 ലക്ഷം ലിറ്ററിൽ നിന്ന് എല്ലാവർക്കും ഒരേപോലെയാണ് വാട്ടർ വരുന്നത്. അതിനെല്ലായിടത്തും ഓരോ പൈപ്പിൽ 5 ലൈനും 6 ലൈനും കണ്ടാണ്ടിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ വാൽവ് കൊടുത്തേക്കാണ്. നിങ്ങൾക്ക് 150 വീട്ടിലേക്കുള്ള വെള്ളത്തിന് ഒരു വാൽവ്. ആ 150 വീട്ടിലേക്കുള്ള വാൽവിലേക്ക് വെള്ളം തുറന്നാൽ ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജിലേക്കുള്ള വെള്ളം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വാൽവ് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ HD കണക്ഷൻ ഈ പറഞ്ഞ 175 വീട്ടിലേക്കാണ്. ഞാൻ ഇത് പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഇത് സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഈ ഊരാളെങ്കിൽ ഒരു 10-20 ദിവസം കൊടുക്ക്. അവർ വൃത്തിയായിട്ടതല്ല 10-20 ദിവസം നിങ്ങൾ ഇപ്പം ചെന്ന് പറയും. ഇപ്പം പ്രഷർ ചെയ്യുകയാണെന്നേ, എന്തിന് ഈ ഊരാളുകളോട് പറയുകയാണ് ഇവർക്ക് ഇത്രേ സമയം കിട്ടിയിട്ടുള്ളൂ. ഇന്ന് വയനാട്ടിൽ മഴയാണ്, ഇന്ന് മഴ, ഇനി 3 ദിവസം അവിടെ പണിയെടുക്കില്ല, 3 ദിവസം അവിടെ പണിയെടുക്കത്തില്ല. ഈ 3 ദിവസം ഇവരെന്താ ചെയ്യുക? എന്നിട്ട് ഇത് ഇനി മാറ്റി പറയേണ്ടി വരില്ലേ? നിങ്ങൾക്ക് എന്താ ഇപ്പം മെയ് 30 ഏപ്രിൽ 30 കൊടുക്കുന്നത് മെയ് 30 കൊടുക്കണമെന്ന് വിചാരിച്ച് എന്ന് തലയിടിഞ്ഞ് വീഴുന്നില്ല. നിങ്ങൾ ജൂൺ വരെ ഈ പറയുന്ന ദുരന്തബാധിതർക്ക് എല്ലാം പണം കൊടുക്കുന്നുണ്ട് അല്ലേ? എല്ലാം പണം കൊടുക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ചെയ്യുന്ന പണി എന്താ അറിയോ? ഈ വാർത്ത എനിക്കൊരു ചെറിയ അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാറുണ്ട് സാറേ. എനിക്കിത് നേരിട്ട് മാധ്യമങ്ങൾ ചെയ്യുന്നൊരു പണി ചില്ലറ പണിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ മെസ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് സ്റ്റേഡിയം ഇല്ലല്ലോ കൊച്ചിയിൽ, ഒരു സ്റ്റേഡിയം വേണം. ഞാൻ സ്റ്റേഡിയം ഏറ്റെടുത്ത് പണി തുടങ്ങാം എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മനസ്ഥിതിക്ക് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് സ്റ്റേഡിയം പണിയാം എന്ന് വിചാരിച്ചതാണ്. സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്ത നെക്സ്റ്റ് ഡേ തുടങ്ങിയിട്ട് പത്രക്കാർ വന്നിട്ട് ഇതെന്താ മാറ്റാത്തേ, ഇതെന്താ പൊളിക്കാത്തേ, ഇതെന്താ ചെയ്യാത്തേ, ഇത് പൊളിച്ചില്ലല്ലോ, ഇത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ, മതിലിങ്ങനെ പണിയുന്നുണ്ടോ, മതിലിങ്ങനെ പണി. നെക്സ്റ്റ് ഡേ തുടങ്ങി സമാധാനം എന്ന് പറഞ്ഞ സാധനം തന്നിട്ടില്ല, സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നെ ഇല്ലാത്ത വാർത്ത മുഴുവൻ ഇടിച്ച് പൊളിച്ച് ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു അവിടെ. ആ ഗേറ്റിൽ ഒരു രാത്രി റോളർ വന്ന് തട്ടി, അത് മറിഞ്ഞു വീഴും. പിറ്റേ ദിവസം മെയിൻ വാർത്തയാണ്, പിന്നെ റിപ്പോർട്ടർ TV പണിത ഗേറ്റ് മറിഞ്ഞു വീണിരിക്കുന്നു. എന്നാൽ രാത്രി റോളർ ഇടിച്ചിട്ട് പോയതാണ്, പിറ്റേ ദിവസം രാവിലെ അത് മറിഞ്ഞു വീണു. ഇത് സമാധാനം എന്ന് പറഞ്ഞ സാധനം തന്നിട്ടില്ല. ഞാൻ സ്റ്റേഡിയം ഏറ്റെടുക്കുമ്പോഴുണ്ടല്ലോ ISL കേരളത്തിൽ കളിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല കൊച്ചിയിൽ. എന്താ കാരണം? സ്റ്റേഡിയം മോശമാണെന്ന് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ എഴുതി കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒഴിവാക്കി, കളിക്കാൻ പറ്റില്ല, കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ഇന്ന് 9 കളി കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി. കൊച്ചി സ്റ്റേഡിയത്തിലെ ഇൻ്റർനാഷണൽ മത്സരം നടത്താൻ FIFA അനുമതി ഉണ്ടായിരുന്നില്ല. ഒരു കളി ഇൻ്റർനാഷണൽ മാച്ച് കഴിഞ്ഞ 31-ാം തീയതി കൊച്ചി സ്റ്റേഡിയത്തിൽ കഴിഞ്ഞു. ഞാൻ എടുക്കാത്ത സ്ഥലമായിരുന്നു ഏറ്റവും ടോപ്പിൽ പിന്നെ റൂഫ്. ഞാൻ തൊട്ടിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അത് ലീക്കായി എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്റ്റേഡിയത്തിൽ വെള്ളം ലീക്കായി. ഇതാണോ നിങ്ങൾ ഇൻ്റർനാഷണൽ മത്സരം? കാരണം അത് ഓപ്പൺ സ്റ്റേഡിയമാണ്, മേലെ നിന്ന് വെള്ളം വീണാൽ സ്റ്റേഡിയത്തിൽ വെള്ളം വീഴും. സ്റ്റേഡിയം അടച്ചു കെട്ടിയ സ്റ്റേഡിയം അല്ലല്ലോ. അവിടെ ഞാൻ തൊട്ടിട്ടില്ല ആ സ്ഥലത്ത്. തൊടാത്തതിന് എന്നെ എന്ത് ചെയ്തു? ആ മാസങ്ങളും ആഴ്ചകളും മുഴുവൻ ഇട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ ഇത്. ഇന്ന് എനിക്കൊരു അഭിമാനത്തോട് കാര്യമുണ്ട്. കേരളത്തിലെ പ്രധാനമന്ത്രി പരിപാടി നടത്തി ആ സ്റ്റേഡിയത്തിലില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് പരിപാടി നടത്തിയത് ആ സ്റ്റേഡിയത്തിന് മുമ്പിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പരിപാടി ആ സ്റ്റേഡിയത്തിലാണ്. കോൺഗ്രസ്സുകാരെ പരിപാടി നടത്തി ആ സ്റ്റേഡിയത്തിനുള്ളില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ, ഇപ്പോൾ ഒരു പ്രശ്നമില്ല. സ്റ്റേഡിയത്തിന് മതിലായി, പരിപാടിയൊക്കെ കഴിഞ്ഞു, ലൈറ്റായി, പിന്നെന്താണ് എല്ലാ ISL നടക്കുമ്പോഴും ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഇന്നലെ ISL നടന്നു, കഴിഞ്ഞ ആഴ്ച ISL നടന്നു, അതിന് മുമ്പത്തെ ആഴ്ച ആയിരുന്നു. ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അരുൺ സാർ നേരത്തെ പറഞ്ഞില്ലേ, ക്രാക്കാണോ വരയാണെന്നെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ? ഇത് ക്രാക്കല്ല, ഇത് വരയാണ് എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയേണ്ടത്. അതിന് പകരം എന്താ അറിയോ? ഇതുകൊണ്ട് ഇവിടെ ക്രാക്ക് വീണു, വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിക്കുക. സ്മൃതി മേഡത്തെ കുറിച്ചിട്ട് പിന്നെ ഭയങ്കര അറ്റാക്കാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ റവന്യൂ മന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും പറഞ്ഞതാണ് ഈ പറഞ്ഞ വിഷുവിന് മുമ്പിൽ വീട് കൊടുക്കും എന്നുള്ളത്. വീട് കൊടുക്കുമെന്ന് പറഞ്ഞ ഇവർ തന്നെയാണ്. വീട് കൊടുത്തിട്ടില്ല. പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളും പ്രതിപക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങളും പറയാൻ പറയുന്നതും വീട് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. മനസ്സിലായോ? അതില്ലാന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വീട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വീട് കൊടുത്തിട്ടുണ്ട് എന്ന് വരുത്തണ്ട. പിന്നെ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ട് അല്ല എന്നും പറയാൻ നിൽക്കണ്ട. ഇത് ഇലക്ഷൻ സ്റ്റണ്ട് തന്നെയാണ്. എന്തിനാണ് കോൺഗ്രസ് ആ ഇലക്ഷന് തലേ ദിവസം പോയി സ്ഥലം രജിസ്റ്റർ ചെയ്തത്? സ്ഥലമില്ലാത്ത സ്ഥലം ഞങ്ങൾ പണി തുടങ്ങി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്തിനാ? അവരെ സംബന്ധിച്ചോ അതിൽ ഇലക്ഷൻ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ വിഷയം ചർച്ചയാവാൻ പാടില്ല. CPM-നെ സംബന്ധിച്ചോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ വീട് കൊടുക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ്.
അവർക്ക് ആൾക്കാർ പട്ടയമെങ്കിലും കൊടുത്തു എന്ന് കൊടുക്കണം. അതൊരു ഇലക്ട്രീഷ്യൻ്റെയാണ്. അതില്ല എന്ന് വലിയവായി ന്യായീകരിക്കും വേണ്ട. അത് ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അതിന് റിപ്പോർട്ടർ ടി വിയിലെ എഡിറ്റോറിയൽ മെമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട കമ്പനികൾ എഴുതി വിടുകയാണ്, അടിയാണ്. മിണ്ടിയിട്ട് 3 ദിവസമായി. അരുൺ സ്മൃതിയുമായി എന്താണ് മീറ്റ് ദ ജസ്റ്റിസ് പങ്കെടുക്കാതെ 4 ദിവസം പുറത്തു പോയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒരു മര്യാദയില്ലാത്ത രീതിയിൽ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നേ, രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ അറിയോ, ഞാൻ ഈ വയനാട്ടിലെ കുറിച്ച് വികാരമാകും. കാരണം ഞാനിത് നേരിട്ട് കണ്ട ആളാണ്. ഈ എഡിറ്റോറിയൽ ഒരു അഭിമാനത്തോടു കൂടി പറയാം, കേരളത്തിലെ റിപ്പോർട്ടർ ടി വിക്കുള്ള 39 യൂണിറ്റും കേരളത്തിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനേ പോയിട്ടുള്ളൂ. അത് വയനാട് ദുരന്തമാണ്. റിപ്പോർട്ടർ ടി വിയുടെ MD ആയ ഞാൻ മലേൻ്റെ മേലെ ഒരു ദിവസം മുഴുവൻ ഇരുന്നു, രാത്രി മുഴുവൻ. മനസ്സിലായില്ലേ? അവിടെ ആ ബോഡി കൊണ്ടിരുന്നതിനും എന്നെ കൊണ്ട് ചെയ്യാനും റിപ്പോർട്ടർ ടി വിയിലെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. രാത്രി 11 മണിക്ക് മീറ്റ് ദ ഡേസ് കഴിയുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് അരുൺകുമാർ ഈ ഷോയിൽ ഇരുന്നൊരു പിറ്റേ ദിവസം രാത്രി 11 മണിക്കാണ് ഈ ഷോയിൽ നിന്ന് ഇറങ്ങുന്നത്. അന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യം വിളിച്ചത് റിപ്പോർട്ടർ ടി വിനെയാണ്. റിപ്പോർട്ടർ ടി വിനെയാണ് വിളിച്ചിട്ട് പറഞ്ഞത്. റിപ്പോർട്ടർ ടി വിയാണ് അന്ന് ആ റിസോർട്ടിൽ കുടുങ്ങിയിരിക്കുന്ന 29 പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഇവിടെ ഇരുന്ന് ചെയ്തത്. ഇത് എന്താ റിപ്പോർട്ടർ ടി വി ഒന്നും ചെയ്തിട്ടില്ല. റിപ്പോർട്ടർ ടി വിക്ക് എന്തോ വലിയ അജണ്ടയുണ്ട്. ഒരജണ്ടയില്ല. അജണ്ട എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേപടി എന്താണ്, സത്യമാണെങ്കിൽ സത്യം, എതിരാണെങ്കിൽ എതിരെ എന്നുള്ളതാണ്. അതിന് റിപ്പോർട്ടർ ടി വി കുറേ പേര് വന്ന് കോൺഗ്രസിൻ്റെ ആൾക്കാർ ഇത് തിരുത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതി ആൾക്കാർ കോൺഗ്രസിൻ്റെ ആൾക്കാർ, പകുതി അത് CPM ആൾക്കാരല്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണ്ടേ? ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്ന ഡിബേറ്റിൽ കൂടെയാണ്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം റിപ്പോർട്ടർ ടി വി അന്ന് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാം ഇന്നും ഈ പ്രോഗ്രാം ഹിറ്റാകുന്നത്. എന്തുകൊണ്ടാണ്? ആൾക്കാർക്ക് കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഈ ഷോ കണ്ടാൽ മതി എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അത്ര നീറ്റായിട്ട് വൃത്തിയായിട്ടാണ് പോകുന്നത്. ഒറ്റ കാര്യം കൂടെ പറയാം. എന്താണ്, ഈ രാജമിനിസ്റ്റർ വൈകാര്യമായി പെരുമാറുന്നുണ്ട്, വൈകാര്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ എന്താണ്, കൺസ്ട്രക്ഷൻ ചെയ്യുന്നവർ കൺസ്ട്രക്ഷൻ പണി ഏൽപ്പിക്കണം. മനസ്സിലായി? പ്ലാൻ വരയ്ക്കുന്നവർ പ്ലാൻ വരയ്ക്കുന്ന പണി ഏൽപ്പിക്കണം. മന്ത്രി എടുക്കുന്നത് മന്ത്രിൻ്റെ പണിയെടുക്കണം. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ഒരു മന്ത്രി ഇടപെട്ടത് ഞാൻ കണ്ടിട്ടില്ല. അവിടുത്തെ ഒരു കലക്ടറുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇപ്പം അവർക്ക് മാസം എത്ര കൊടുക്കേണ്ട ദിവസമല്ലേ? ആ മാസം എത്ര കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഇന്നാണ് കൊടുത്തോണ്ടിരിക്കുന്നത്, ഇന്നലെ കൊടുത്തോണ്ടിരിക്കുന്നത്. 10 ദിവസം മുടങ്ങിയത് ആ കളക്ടറുടെ വീഴ്ചയാണ്. ഞാൻ പറയുന്നത് അറിയോ? അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു മന്ത്രിക്ക് ചെയ്യുന്നതിന് പരിധിയുണ്ടല്ലോ. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ചെയ്യുന്നതിന് പണിയുണ്ട്. ഇന്ന് ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? ഇന്ന് ചെയ്യേണ്ട പണി ആ ഊരാളുങ്കലിൽ കേരളത്തിൽ, ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഊരാളുങ്കൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് കമ്പനി BMK, അവരെ വിളിച്ച് ഊരാൾ കമ്പനി ചോദിക്കുക, നിങ്ങളുടെ പണിക്കാരെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. അത് വേറൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. കാരണം പണിക്കാരെ കിട്ടാനില്ല കേരളത്തിൽ ഈ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാതെ ഒരു 10-20 ഏപ്രിൽ 30 അല്ലേ, ഞാൻ രാഷ്ട്രീയമൊക്കെ വിടുന്നേ, രാഷ്ട്രീയം ഏപ്രിൽ 30 ആണല്ലോ, നിങ്ങൾ മെയ് 30 വരെ കൊടുക്കൂ ഊരാളുങ്കലിന്. മെയ് 30 ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഇടതുപക്ഷ സർക്കാർ തന്നെ ചെയ്തതാണ്. എനിക്ക് ഉറപ്പുണ്ട് വയനാട് ജില്ലയിൽ വേണ്ട, മലബാറിൽ ഇത്രയും വൃത്തിയുള്ളൊരു സ്ഥലം കണ്ടെടുക്കാൻ ഈ പിണറായി വിജയൻ സർക്കാർ മാത്രമേ കഴിയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ആ സ്ഥലത്ത് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വിലയുണ്ടെന്നാണല്ലോ പറയുന്നത്. ഒരു സെൻറ്റിന് 10 ലക്ഷം രൂപ വിലയുണ്ടെന്ന് വെച്ചിരിക്കണം, പറയുന്നത് 10 ലക്ഷം രൂപയല്ലേ? അപ്പോൾ ഒരേക്കർ സ്ഥലത്തിന് എത്രയായി? 10 കോടി രൂപ വിലയായില്ലേ? 160 ഏക്കർ സ്ഥലം എടുക്കാൻ വേണ്ടി എത്ര പൈസ വേണം? ഏറ്റവും കുറഞ്ഞ എത്ര? 160 കോടി വേണ്ടേ? 40 കോടി രൂപയ്ക്ക് ഈ സർക്കാരിനോട് കേസും കളിച്ച് ആ കൽപ്പറ്റ ടൗണിലെ സ്ഥലം 100 കോടി രൂപയ്ക്ക്, 200 കോടിക്കും 300 കോടിക്കും സാധാരണ കച്ചവടക്കാരോടെ മേടിക്കും. ആ സ്ഥലം 40 കോടി രൂപയ്ക്ക് ഇവർക്ക് കിട്ടിയില്ലേ? ആ കാണിച്ച ഇശാക്തി പിണറായി വിജയൻ സർക്കാരിൻ്റെയാണ്. അതൊന്നും ആരും എടുത്തിട്ട് പോകാൻ പോകുന്നില്ല. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും പിണറായി വിജയൻ തന്നെ കണ്ടിന്യൂ ചെയ്താലും കോൺഗ്രസ് ആയിട്ട് മലയാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. മലയാളിക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പോൾ നീളുന്ന വാഗ്ദാനമോ എന്നുള്ളതായിരുന്നു ചോദ്യം. 2 പേര് യെസ്, 3 പേർ നോ. Meet the editors.